നമസ്കാരം. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ കോൺക്ലേവിൽ ക്യൂ സ്റ്റുഡിയോ ആയിട്ട് സഹകരിച്ച് ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ആദ്യ ദിവസത്തെ സെഷനാണ്. ഈ ഇത്രയൊന്നും ഗൗരവമില്ലാതെ അങ്ങ് സംസാരിച്ച് തുടങ്ങാം, അതല്ലേ മൈക്കിന് ഒന്നാമത് സൗണ്ട് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ റാപ്പിഡ് അപ്പ് റവല്യൂഷൻ ഓഫ് കണ്ടംപററി സൗണ്ട്സ് എന്ന പേരിലാണ് ഈ ഒരു പാനൽ ഡിസ്കഷൻ. കുറച്ചുകൂടി ഒരു ലൈറ്റർ മോഡിലേക്ക് പോകണമെന്നാണ് ഒരു പൊതു താല്പര്യാർത്ഥം. വളരെ സ്ട്രേറ്റ് സംസാരിച്ച് പോകാൻ തോന്നുന്നു. പിന്നെ ബേബി ജീനുണ്ട്. ബേബി ജീനിനെ ശബ്ദത്തിലൂടെയും ബേബി ജീൻ്റെ മ്യൂസിക്കിലൂടെയും കൂടുതൽ പേർക്ക് അറിയാം. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലൂടെയും റാപ്പിലൂടെയും സിനിമാ പാട്ടിലൂടെയും ഇപ്പോൾ ആലപ്പുഴ ജിംഖാന എന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട റിലീസിലൂടെയും പ്രേക്ഷകരിലെത്താനിരിക്കുന്നു. രഞ്ജിത് പ്രകാശാണ്. ഹാറ്റ് സ്മിത്ത് എന്ന പേരിൽ വളരെ നേരത്തെ തന്നെ മ്യൂസിക്കൽ പ്രൊഡക്ഷൻ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലുണ്ടായിരുന്നു. വസീം ഹൈദറുണ്ട്. വസീം ഹൈദർ ഒരു ഗ്ലോബൽ സ്മാഷ് എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് റാപ്പിൽ നിന്ന് പോയ ഹനുമാൻ കൈൻഡിൻ്റെ ബിഗ് ഡോഗ്സിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. ഇനി ഹനുമാൻ ഏറ്റവും ഒടുവിൽ ചെയ്യാനിരിക്കുന്ന പ്രൊജക്റ്റിൻ്റെയും പ്രൊഡക്ഷൻ വസീമാണ് ചെയ്യുന്നത്. വസീം സിനിമയിൽ കൂടി സഹകരിക്കുന്ന ഒരാളാണ്. അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. വൈറസിലൊരു ചെറിയ റോളും ചെയ്തല്ലേ? എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് എക്സിക്യൂട്ടീവ് ഒരു റോളും ചെയ്തില്ലേ? ജസ്റ്റ് ഒരു ഓട്ടോ. അതെ അതെ. പക്ഷേ വവ്വാലിനെ പിടിക്കാൻ പോകുന്നതായിട്ട് അറിയാം. ഈ രണ്ട് അതെ അതെ. പിന്നെ ഈ രണ്ട് മ്യൂസീഷ്യൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ബേബി ജീൻ്റെ തലക്കനത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. ബേബി ജീൻ്റെ തലക്കനം ഉണ്ടാക്കിയത് വസീമിനോട് കൊളാബറേറ്റ് ചെയ്ത ശേഷമാണ് രജത്തിന് ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോ സോങ്ങും. ബേബിജീൻ്റെ തലക്കനം അത് ബേബിജീൻ്റെ തലക്കനമാണ്. ബേബിയിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത്. ഡിസ്ക്ലെയിമർ അല്ല. മീൻസ് വിദ്യാർത്ഥികൾ കൂടുതലായിട്ടുള്ളതുകൊണ്ട് തന്നെ ബേബി ജീൻ്റെ ഒരു മൊമെൻ്റ് ഉണ്ടാവുമല്ലോ റാപ്പിലേക്ക്, അല്ലെങ്കിൽ ഈ റാപ്പിംഗ് എന്ന് പറയുന്നത് ആ ഒരു മെമ്മറി തുടങ്ങുന്ന എവിടെയാണ്. അങ്ങനെ വെറുതെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ റാപ്പ് ചെയ്തത് എന്താണ് ആദ്യം എന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് വേർഡ് പ്ലേ ഉണ്ടല്ലോ. എനിക്ക് ആദ്യൊരു ഒരു പരിപാടി കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഫസ്റ്റ് വൺ ഇവിടെ കൊച്ചിയിലായിരുന്നു. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് ബാംഗ്ലൂർ ഫാൻഡം എന്ന് പറഞ്ഞിട്ടൊരു. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും ഞാൻ പെർഫോം ചെയ്യുമ്പം ഞാൻ എൻ്റെ ഒരു ട്രാക്ക് പോലും റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ പിന്നെ ഫസ്റ്റ് ട്രാക്ക് റിലീസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ആക്സെപ്റ്റൻസ് പരിപാടി നമ്മൾ ഓഫ് കോഴ്സ് കോളേജ് ഷോസ് ആയിരിക്കും. അപ്പം എനിക്ക് ആ ഒരു എന്താ പറയുക, ആദ്യത്തെ ആ ഒരു ആക്സെപ്റ്റൻസും പരിപാടിയും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഒരു മൾട്ടി ഏജ് റാൻഡം ഏജ് ഓഡിയൻസ് ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി ആയിരുന്നു. അപ്പം എനിക്ക് ആ ഒരു ഫീൽ സെയിം ആയിരിക്കും. അന്ന് ഫീൽ ചെയ്തത് എന്താണോ ഇപ്പോഴും ഞാനൊരു സ്റ്റേജിൽ കയറുമ്പോൾ എനിക്കത് കിട്ടാറുണ്ട്. നമ്മുടെ ആ ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എനർജി കിട്ടാറുണ്ട്. ഈ ഹാറ്റ് സ്മിത്തിൻ്റെ കാര്യത്തിൽ ഈ റാപ്പേഴ്സിനൊക്കെ അവരെല്ലാം പറയുന്ന ഒരു ഈ വലിയ സോഷ്യൽ മീഡിയ ബൂമും വൈറലാവുന്നതിന് മുമ്പ് ഒരു കാലം ഉണ്ടാവല്ലോ. ആ സമയത്ത് ഒരു തരത്തിലൊരു ഇൻവിസിബിൾ ആയിരിക്കും. ചിലപ്പോൾ വീട്ടുകാർക്കും പിടികിട്ടില്ല, നാട്ടുകാർക്കും പിടികിട്ടില്ല, കൂടെയുള്ളവർക്കും ഇവരെന്താണ് ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിറ്റീവായൊരു പിന്തുണയൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടാവല്ലോ. ആ സമയത്ത് കൂടുതൽ ക്രിയേറ്റീവായിട്ട് ഇരിക്കുന്ന സംഗതി ഉണ്ടല്ലോ. ആ തുടക്കം ഒന്ന് പറയാൻ പറ്റും? ഞാൻ ഒരു 2011 സമയത്ത് ഡൽഹി ആയിരുന്നു. അപ്പോൾ സമയത്ത് ഹണി സിംഗിൻ്റെ ട്രാക്കൊക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളി ആ സമയത്ത് ഫുള്ള് എക്സ്പ്ലിസിറ്റ് സോങ്സ് ഒക്കെയാണ് ഇറക്കിയിരുന്നത്. അപ്പം അച്ഛന് നന്നായിട്ട് ഹിന്ദി അറിയായിരുന്നു. അച്ഛൻ ആ സമയത്ത് റാപ്പ് മനസ്സിലാവുമായിരുന്നതുകൊണ്ട്. അപ്പോൾ എനിക്ക് കേരളം ആ സമയത്ത് ഭയങ്കര പുറകിലായിരുന്നു. എനിക്ക് സിനിമ പാട്ടിൽ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു സീനായിരുന്നു. ഞാൻ ഈ FL സ്റ്റുഡിയോയിൽ ട്രാക്ക് പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കി യൂട്യൂബിൽ ഇട്ട സമയത്ത് V3K, അച്ചായൻ, ആരൊക്കെ അങ്ങനെ കുറച്ച് പേര് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നമുക്ക് ഫേസ്ബുക്കിൽ, മറ്റേ വി മേക്ക് മ്യൂസിക് ഇൻ FL സ്റ്റുഡിയോ. അതിനകത്ത് കുറേ റാപ്പേഴ്സ്, മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ്, ആർക്കേഡോ ഒക്കെ ഉണ്ടായിരുന്നു. ആർക്കേഡോയുടെ പേര് വേറെ എന്തായിരുന്നു, ആർക്കേഡോ നമ്മുടെ പണിപാളിയിലോ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവർ നമ്മൾ ആർക്ക് മനസ്സിലാവുന്ന സാധനമൊന്നുമല്ല, ഈ പരിപാടികളൊന്നും കിട്ടുന്നില്ല, എന്നാലും ചെയ്യാം. സ്ട്രീറ്റ് അക്കാഡമിക്സ് ആ സമയത്ത് പാരലി പരിപാടികൾ ചെയ്യുന്നു. അപ്പോൾ ഒരു നീഷ് ഉണ്ട്. എന്തും ഒരു 10 പേര് എന്തായാലും ഉണ്ടാവും. ഒരു മറ്റേ ഭയങ്കര പ്രോപ്പറായിട്ട് ഇത് മനസ്സിലാക്കുന്ന, അവരെന്താ എഴുതുന്നത്, ഓരോ ആർട്ടിസ്റ്റിൽ എന്തെങ്കിലും കൂടെ പോകുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നും.
പക്ഷെ മെയിൻ സ്ട്രീം ആൾക്കാർക്ക് ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന വാക്കിനർത്ഥം പോലും ശരിക്കും ഒരു 5 വർഷം മുമ്പ് കറക്റ്റായിട്ടൊന്നും ഇപ്പോഴും വരുന്നേ ഉള്ളൂ, മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ആ റെവല്യൂഷൻ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ. ഇനി 2 വർഷം കഴിഞ്ഞാൽ ഇതൊന്നുമല്ല സീൻ മാറാൻ പോണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഇതൊന്നുമല്ല വരാൻ പോണത്. യെസ്. വസീം, ഇതിൽ ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ എന്ന് കംപ്ലീറ്റ് ഒരു ഹിപ്പ് ഹോപ്പിൻ്റെ കൂടുതൽ സ്പേസിലേക്ക് വരികയാണ്. ഇപ്പം തലക്കനാണെങ്കിലും ബിഗ് ഡോഗ്സ് ആണെങ്കിലും ഇനി ചെയ്യാൻ പോകുന്നതിലൊക്കെ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകളുടെ കൂടിയാണ്. ഇപ്പോൾ നേരത്തെ ഹനുമാൻ കൈൻഡിൻ്റെ പാട്ട് മില്യൺസ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ട്വിറ്ററിലൊരു പ്രയോഗം ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഹിപ്പ് ഹോപ്പ് ഒരു മരണക്കിണറിലായിരുന്നു. മരണക്കിണറിൽ ഒരാൾ സൈക്കിൾ ഓടിച്ച് അതിനൊരു ഗ്ലോബൽ സ്മാഷ് ഹിറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്കൊന്നും അങ്ങനെ ഒരു ഹിറ്റ് ചാർട്ടിലെ ഒരു ഫിക്സർ പോലെ സെറ്റ് ചെയ്തെടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ കൂടുതൽ പേര് ആഗ്രഹിക്കുന്ന സാധനം, ഈ ഹനുമാൻ നേരത്തെ തന്നെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഈ ബിഗ് ഡോസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൽ പിന്നെ ഗാൽമയുണ്ട്, ബിജോയ് അല്ലേ, ബിജോയ് ഡയറക്ഷൻ പാർട്ടിലുണ്ട്. നിങ്ങൾ അങ്ങനെ ആ ടീം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സത്യത്തിൽ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു? ഇവരെല്ലാം പറഞ്ഞെടുത്ത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ലിമിറ്റേഷൻ അറിയാം. ഇതൊരു വളരെ ചുരുങ്ങിയ വിഭാഗം ഓഡിയൻസിലേക്കാണ് എത്തുന്നത്. ഞാനൊരു പോപ്പുലർ മ്യൂസിക് എന്നുള്ള സ്പേസിലേക്കല്ല എത്തുന്നതെന്നുള്ളൊരു ചാലഞ്ച് കൂടി ഉണ്ടല്ലോ. പക്ഷേ വേറെ രീതിയിൽ ഭയങ്കര സാഹസികമായൊരു വീഡിയോ ആയിട്ടാണല്ലോ ആളുകൾ പുറത്ത് കാണുന്നത്. നിങ്ങളത് ക്യൂറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ? ഈ നമ്പേഴ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഗ്ലോബൽ വ്യൂവേഴ്സിലേക്ക് ഇതെത്തുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ആക്ച്വലി നമ്മൾ ഈ ഒരു രീതിയിലുള്ള റീച്ച് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മനീഷേട്ടൻ നേരത്തെ ചോദിച്ച പോലെ ഇപ്പോൾ വൈ ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ വൈ റാപ്പ്, വൈ ഹിപ്പ് ഹോപ്പ് ഇഷ്ടമാണ്. ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ, ഇവരുണ്ടാക്കുന്ന തരം പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള തരം പരിപാടികളിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അത് വിഷ്വലിയും നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാനും കുറച്ചുകൂടെ ഒരു പോസിബിലിറ്റി ഉള്ളത്. റാപ്പിന് ഹിപ്പ് ഹോപ്പിനൊക്കെ ആ ഒരു ഭയങ്കര അധികം പോസിബിലിറ്റീസ് വിഷ്വലി നമുക്കുണ്ട്. നമുക്ക് സിനിമ ഭാവിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ച്, പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പം നമുക്ക് ഹിപ്പ് ഹോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. അതിൽ നമുക്ക് വിഷ്വലിയും നമുക്ക് പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബ്രൗൺ ക്രൂ ആക്ച്വലി. ബേബി, ഇതിൽ ചോദിക്കാനുള്ളത്, ഇതിൻ്റെ ഒരു ഐഡിയേഷൻ ഉണ്ടല്ലോ, നിങ്ങളിത് ആലോചിച്ച് തുടങ്ങുകയാണല്ലോ. അപ്പോൾ ഒരു മ്യൂസിക്കൽ പ്രൊഡക്ഷൻ നിങ്ങളെങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്കെ, ഒരു റാപ്പിൻ്റെ ജനനം സ്ട്രൈറ്റ് പറഞ്ഞ് എങ്ങനെയാണ് റാപ്പ് ജനിക്കുന്നത്? അത് എനിക്ക് തോന്നുന്നത് ഓരോ പേഴ്സണൽ ഓരോ ആർട്ടിസ്റ്റിനും ഓരോ രീതിയായിരിക്കും. ഇപ്പോൾ ഫ്യൂച്ചർ വരാൻ പോകുന്ന കാര്യങ്ങൾ എടുത്തിട്ട് എഴുതുന്നവരുണ്ട്. പിന്നെ കറൻ്റ്ലി ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ വാക്കുകളും കുറേ സിറ്റുവേഷനുകളും സോഷ്യൽ മീഡിയ അങ്ങനെ ആ എലമെൻ്റൊക്കെ ആഡ് ചെയ്തിട്ട് സൃഷ്ടിക്കുന്നവരുണ്ട്. എൻ്റെ കേസിൽ എനിക്ക് നമ്മൾ എഴുതുമ്പോൾ ഞാൻ ഒന്നുകൂടെ പുറകിലോട്ടാണ് പോവുക. ആൻഡ് അതെനിക്കറിയാവുന്ന ഒരു ഇത് വെച്ചിട്ട് എനിക്ക് പുസ്തകത്തിൽ നിന്ന് അങ്ങനെ പഠിച്ചിട്ടുള്ളൊരു നമ്മളെ ഭാഷ അല്ലെങ്കിൽ ഇതില്ല. അപ്പം ഞാൻ എന്താണോ ഞങ്ങളുടെ നാട്ടിലൊക്കെ പഠിച്ച് കേട്ട് ശീലിച്ചിരുന്നത്, ആ ഒരു സിറ്റുവേഷന് അവിടെ എങ്ങനെയാണോ ഉപയോഗിച്ചിരുന്ന വാക്ക് അത് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യാറ്. അപ്പോൾ എൻ്റെ തോട്ടിനെ ഞാൻ എൻ്റെ ആ ഒരു ഭാഷാശൈലിയിലേക്ക് മോൾഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പം എനിക്കൊരു സൃഷ്ടി, എൻ്റെ ഒരു ആർട്ടാണ് ഉറപ്പായിട്ടും എൻ്റെ ഒരു സൃഷ്ടി എന്ന് പറഞ്ഞത് ഒരു റാപ്പ്. എനിക്കത് തുടങ്ങാൻ നേരത്ത് ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരുന്നുകൊണ്ടായിരിക്കും. അങ്ങനെ പല കാര്യങ്ങൾ വരാറുണ്ട്. എപ്പോഴും ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്തി പോവുക എന്നുള്ളതിലുപരി ഒന്നുമില്ലായ്മയിലേക്ക് എന്തെങ്കിലും പെട്ടെന്ന് വീണ് കിട്ടുക എന്നുള്ളൊരു ഇതിലാണ് എനിക്ക് കൂടുതൽ സ്ട്രൈക്ക് ചെയ്യാറ്. ഒരു കാര്യം അതിന് ചേർത്ത് ഈ ലിറിക്കൽ പാർട്ട് ഉണ്ടല്ലോ, അപ്പോൾ ഇപ്പം പലരും പല രീതിയിലാണ് ഫോം ചെയ്തത്. എഴുതി വെച്ചിട്ട് റാപ്പ് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പിന്നീട് എഴുതി സെറ്റ് ചെയ്യുന്നവരുണ്ടാവും. എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ? എങ്ങനെയാണ്? അതും ഇതേപോലെ തന്നെയാണ്. നമ്മൾ ചില സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാട്ടിൽ സംസാരിക്കുന്ന രീതി ഒരു പാട്ട് പോലെ ഇൻ ദ സെൻസ് നമ്മളെ ഒരു 3 വേർഡിന് നമുക്കൊരു ഒറ്റ വാക്കുകൊണ്ടൊക്കെ പറയാൻ പറ്റും. ഇപ്പോൾ അതെല്ലാവർക്കും അറിയുന്നൊരു കോമൺ ആയിട്ടുള്ള കാര്യം. അതായത് നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എവിടെ ഉണ്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിപാടി. അപ്പോൾ അതേപോലെ ഒരുപാട് വാക്കുകൾ കൊണ്ട് അവിടെ സമ്പന്നരാണ്. ഇതേപോലെ 3 വാക്ക് പറയുന്നിടത്ത്
ആ കിഞ്ഞു പാഞ്ഞു പോയി കഴിഞ്ഞു. അതായത് അവനവിടുന്ന് പെട്ടെന്ന് പോയി എന്നുള്ള ആ കിഞ്ഞു പാഞ്ഞു പോയി എന്ന് പറയും. അത് അപ്പോൾ ആ ഒരു സാധനം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ സംസാരിക്കുന്ന സമയത്തോ എന്തെങ്കിലും ഒരു ഗ്രിപ്പ് കിട്ടും ചില സമയത്ത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കും. അതേപോലെ 2-3 സിറ്റുവേഷനിൽ നമുക്ക് ഓരോന്ന് കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ആദ്യമൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്ന് വീണ് അപ്പോൾ പിന്നെ ഇതൊരു ഭാഗമായി, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി, മെയിൻ ഭാഗമായി മാറി. പിന്നെ അപ്പോൾ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ നോട്ട്സിൽ എഴുതി വെക്കും. ഇപ്പോൾ പടച്ചോ സഹായിച്ച് ഫോണോ പരിപാടിയും ടെക്നോളജിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ ബുക്കും ഇതൊന്നും കൂടെ കൊണ്ട് നടക്കണ്ട. അപ്പോൾ പെട്ടെന്ന് പ്രോസസ്സ് നടക്കുന്നുണ്ട് ഈ ഒരു കേസ്. അപ്പോൾ ഇങ്ങനെയും കിട്ടും, പല രീതിയിലും കിട്ടും. അത് നമുക്കൊരു പെർട്ടിക്കുലർ മെത്തേഡ് ഇല്ല. എൻ്റെ കേസിൽ ഇതാണ്. ആഡ്സ്മിത്തിൻ്റെ കാര്യത്തിൽ കാരണം ഈ ഇപ്പോൾ വണ്ടിനെ തേടുവാണെങ്കിലും ഇപ്പോൾ ഈ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും ഒരുപാട് പേഴ്സണൽ കണക്റ്റഡ് ആയിട്ടുള്ള ചുറ്റുവട്ടത്തുള്ള ഒരുപാട് സാധനത്ത് അതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഐഡൻറ്റിറ്റിയുടെ ഇത് എഴുതുമ്പോൾ തന്നെ ആ സമയത്തുള്ള വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ അവസ്ഥ, ചുറ്റുപാട്, അല്ലെങ്കിൽ അതിൽ പേഴ്സണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ അതിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞും കേട്ടിട്ടുണ്ട്. എന്താ ഭയങ്കര പേഴ്സണലൈസ്ഡ് ആയിട്ടാണോ എഴുതുക? ഞാൻ തുടങ്ങിയ സമയത്ത് അങ്ങനത്തെ ഒരു പരിപാടിയിലല്ല എഴുതിയിരുന്നത്, വേറെ മെത്തേഡായിരുന്നു. പിന്നീട് ഒരു സമയത്ത് വെച്ചാൽ ഭയങ്കര ഡിപ്രസീവായിട്ടുള്ളൊരു സ്റ്റേജ് ഒന്നു ലൈഫിൽ. അപ്പോൾ ആ ടൈമിൽ ഇതെങ്ങനെ അതിൽ പുറത്തിറക്കണമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ജേണൽ എഴുതാൻ പറഞ്ഞു. ജേണൽ ഡെയിലി എനിക്ക് എന്ത് ഫീൽ ചെയ്തു, ആ ഫീൽ ചെയ്യണതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു കഥ അസോസിയേറ്റഡ് ആയിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ എഴുതാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ എഴുതി കഴിഞ്ഞിട്ട് അത് കത്തിച്ചളയാൻ പറഞ്ഞു. അപ്പോൾ അതൊരു സൊല്യൂഷനായിട്ട് ഞാൻ ഒരിടയ്ക്ക് ഞാൻ പിടിച്ചു. പിന്നെ അതിൻ്റെ വലിയ സുഖം കിട്ടണം, എഴുതാൻ മറ്റേ കഥ പോലെ എഴുതാൻ എൻ്റെ എന്താ വെച്ചാൽ നമ്മൾ പാട്ടാക്കാം. അപ്പോൾ എന്തായാലും പാട്ട് ചെയ്യാൻ അറിയാലോ. അപ്പോൾ അങ്ങനെ ഒരു ഇടയ്ക്ക് 3 വർഷം മുമ്പ് അങ്ങനെ സ്ഥിരം ഡെയിലി ഒരു പാട്ടൊക്കെ ഉണ്ടാക്കായിരുന്നു. ഡെയിലി പാട്ടുണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേജ്. ഇന്ന് എനിക്കിത് ഫീൽ ചെയ്തു, അടുത്ത ദിവസം ഭയങ്കര സുഖമായിരുന്നു എനിക്ക്. ആ സമയത്ത് ആ കാലോട്ട് ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് ഇതെപ്പോൾ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരും. അത് ഭയങ്കര ഹീലിംഗ് ആയിരുന്നു എനിക്കിത്. തെറാപ്പി പോലെയാണ് ഞാൻ എഴുത്തിനെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഐഡൻറ്റിറ്റിയിലെ ജേക്ക് സേട്ടൻ്റെ ട്യൂണിൽ എനിക്ക് എഴുതാൻ വേണ്ടി വന്നപ്പോൾ എനിക്കത് ഭയങ്കര സിറ്റുവേഷൻ അത്. ഞാൻ ജേക്ക് സേട്ടനോട് ആദ്യം പറഞ്ഞത് തന്നെ എനിക്കങ്ങനെ എഴുതാൻ അറിയില്ല, ഞാൻ അങ്ങനത്തെ റൈറ്റർ അല്ല. അപ്പോൾ ജേക്ക് സേട്ടൻ പറഞ്ഞു കുടുംബത്തെ പറ്റിയാണെന്ന്. അപ്പം ഞാൻ അതിന് 2 ദിവസം ഭയങ്കര എൻ്റെ ഒരു ഫ്രണ്ടായിട്ടൊക്കെ ചെറിയ പ്രശ്നമൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഫാമിലിയായിട്ട് ഭയങ്കര ഡിറ്റാച്ച്ഡ് ആണ്. എന്ന് വെച്ചാൽ ഇമോഷണലി അല്ല, ഞാൻ കാണാറില്ല അവർ ഡൽഹിയിലാണ്. അപ്പോൾ കുറേ വർഷമായിട്ട് ഞാൻ അവർ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഫാമിലി ബിലോങ്ങിങ് അത് കിട്ടാറില്ല. എനിക്കതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ ഫാമിലി. അപ്പോൾ ഫ്രണ്ട്സായിട്ട് നീ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കത് പ്രശ്നമാവും. അപ്പോൾ കുടുംബത്തെ പറ്റിയായിരുന്നു സാധനം. അപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായി പെട്ടെന്ന്. അപ്പോൾ ദേശാടന പക്ഷികൾ അവരെ ഒരുമിച്ചൊരു ബഞ്ചായിട്ടാണ് പറക്കുന്നത്. അപ്പോൾ അതിലൊരു കിളീൻ്റെ പെർസ്പെക്റ്റീവിൽ പറയണ പോലത്തെ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറ്റി. അപ്പോൾ എന്തായാലും എനിക്കൊരു കണക്ഷൻ കിട്ടിയാൽ ഗുണം. എനിക്കതാണ് ഇഷ്ടം. എനിക്ക് ഒരു കണക്ഷൻ വേണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. അതുപോലെ ഫാസ്റ്റായിട്ടോ ഇതിനെ ബേബിയുടെ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു പരിപാടി ഞാൻ പാസ്റ്റിലേക്ക് തന്നെ പോകാറ്. പാസ്റ്റ് അല്ലെങ്കിൽ കറൻ്റ്ലി എന്താ ഫീൽ ചെയ്യണത്. പിന്നെ 3-4 മണിക്കൂർ അതിലേ പാട്ട് സംഭവിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അതിനെ ട്രാക്കാലും പരിപാടികളൊക്കെ വല്ല ചിലപ്പോൾ ഒരു വാക്ക് മാറ്റിയിരിക്കും, എന്തെങ്കിലും ഈ മറ്റേ മീറ്റർ മാറ്റിയിരിക്കും, അത്രയൊക്കെ ഉള്ളൂ. ആ 3 മണിക്കൂർ അതാണ് സംഭവം. എൻ്റെ ഔട്ട് അതാണ് പ്രോസസ്സ്. വസിമിലേക്ക് വരാതെ മുമ്പ് ബേബിയോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ബേബി ജീൻ എന്ന് പറയുമ്പോൾ ഒരു യുണീക്നെസ് ഉണ്ട് സൗണ്ടിൽ, ഈ വോക്കൽ എന്നുള്ള പാട്ടിൽ അല്ലെങ്കിൽ ലിറിക്കൽ പാട്ടിലൊക്കെ ആളുകൾക്ക് അതൊരു ഐഡൻറ്റിറ്റി ആയിട്ട് അറിയാം. നിങ്ങളൊരു സ്ഥലത്തേക്ക് വരുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്, റാപ്പ് ചെയ്യുന്നതിലൊക്കെ. ഇത് ഒരു ഫിലിം റിലേറ്റഡ് ഇൻ്റഗ്രേഷൻ, നമ്മളിപ്പോൾ ക്രോസ് ഓവർ എന്നല്ല, ഒരു ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കുകയാണല്ലോ. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രൊമോഷണൽ മെറ്റീരിയലായിട്ടൊരു സോങ് വേണ്ടി വരും. അവിടെയും നിങ്ങളുടെ ഒരു ഓഫ്ലൈൻ വിസിബിലിറ്റി തന്നെയാണ്, അവിടെ ഓഫ്ലൈൻ ഓൺലൈനിലൊക്കെ ഉള്ളൊരു വിസിബിലിറ്റി തന്നെയാണ് മാറ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇത് ബേബി ജീനിലൂടെയാണ് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കോലെ പാട്ട് വരുന്ന സമയത്ത് ബേബി ജീൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ അടുത്ത സിനിമ വരുവാണെങ്കിൽ ആൾക്കാർ അതിൽ ബേബി ജീനെയും ക്യാരക്ടറിനും ചിലപ്പോൾ കാണുമായിരിക്കും. ജിംഖാന വരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഇതിൻ്റെ പാർട്ടാവുന്നത്? അതിപ്പം ഞാൻ ഇത് നിങ്ങൾ തന്നെ ഫോം ചെയ്യുന്നതാണല്ലോ, വേറൊരാളെ ഏൽപ്പിച്ച് ഡിസൈൻ ചെയ്യുന്നതല്ലല്ലോ. അത് എനിക്ക് തോന്നുന്നത് ഈ ഒരു സൈഡിൽ ഇപ്പോൾ ഈ ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കിൻ്റെ മെയിൻ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് അവൻ ചെയ്യുന്ന ആർട്ടിൽ ഒരു 70% എങ്കിലും ആളുടെ ഐഡൻറ്റിറ്റി ഉണ്ടാവും. വേറെ ആൾ നമ്മുടെ കയ്യിലൊരു സ്ക്രിപ്റ്റോ പുസ്തകമോ ഏൽപ്പിച്ചിട്ട് അതിന് നമ്മൾ നടിക്കുകയല്ല.
ഇത് നമ്മളെ ഉള്ളിൽ നിന്ന് എന്താണോ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. കുറേ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു മൂവിക്ക് വേണ്ടി എഴുതുമ്പോൾ ഓഫ് കോഴ്സ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ വോക്കലാണ് ഐഡൻറ്റിറ്റി. അത് കുറച്ച് ഇപ്പം ഈ എന്താ പറയുക, കുറച്ച് അഗ്രസീവ് അല്ലെങ്കിൽ കുറച്ച് വയലൻസ് അതിലോട്ട് പോകുന്നത്. അപ്പം ദാറ്റ്സ് വൈ ദീസ് ഗൈസ് ആർ ചൂസിങ് മീ മേ ബി. ആ ഒരു മാർക്കോ അല്ലെങ്കിൽ കുറച്ച് ഒക്രമകാരിയായ പട്ടങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു വോക്കലിൻ്റെ കൂടെ ആ ഒരു അതിൻ്റെ ഈ അഗ്രസീവ്നെസ്സോ അല്ലെങ്കിൽ ആ ഒരു വയലൻസ് ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ വോക്കലിൻ്റെ കൂടെ വരുന്നത് മേ ബി. അപ്പോൾ ആ ഒരു സൈഡ് അങ്ങനെയുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇപ്പോൾ ഒരു പടത്തിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നമുക്ക് അവർ തന്ന ലിറിക്സ് ആയിരിക്കും നമ്മൾ ഇത്, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മളത് നമുക്ക് ഭയങ്കര സ്റ്റക്ക് വരുന്നൊരു സ്റ്റേജാണ് പടത്തിൽ. വേറൊരു കാര്യം നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വേറൊരു കാര്യം ഉൾക്കൊണ്ടിട്ട് നമ്മൾ ആ ഒരു ഇതിലോട്ട് മാറി. അപ്പോൾ അത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ആയിരിക്കണം എന്നില്ല മേ ബി. ബട്ട് സ്റ്റിൽ മേജർ വർക്കുകളും നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഒരു മ്യൂസിക് വീഡിയോ അല്ലെങ്കിൽ മ്യൂസിക് ഒരു ട്രാക്ക് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു കാര്യം കഴിഞ്ഞു വന്ന് നമ്മൾ അതിൽ ഒരു 70-60% നമ്മൾ തന്നെ ഉണ്ടായിരിക്കും. അതിപ്പോൾ ഒരു കോൺസെപ്റ്റ് വേറെയാണെന്ന് ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ ഒരു ശൈലി അതിലുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ശൈലി വേറെയാണെന്ന് വിചാരിക്കുക, നമ്മുടെ ഒരു ടോൺ അതിലുണ്ടായിരിക്കും, എന്തെങ്കിലും ഒന്ന് നമ്മുടെ അതിലുണ്ടായിരിക്കും. അപ്പം ഈ കമ്പയറിങ് ടു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്, നമ്മൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ റാപ്പിന് സൈഡിൽ അത് കുറച്ച് ഒരു കൂടുതലാണ്. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഓൾറെഡി ആ ഒരു വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളും നമ്മുടെ ഐഡൻറ്റിറ്റി ഉണ്ട്. സോ അത് ഒന്നാണ്, നമുക്ക് ഒരു സെപ്പറേഷൻ വരുന്നില്ല. അപ്പോൾ അത് ഉണ്ടാക്കിയ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ പിന്നെ വേറെ ഐഡൻറ്റിറ്റി നമ്മൾ സ്വീകരിക്കേണ്ടി വരിക, അങ്ങനത്തെ ബുദ്ധിമുട്ട് പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. വസ്മിത്തിലെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞൊരു 3 വർഷം നമ്മൾ വെച്ചാൽ മ്യൂസിക് എന്ന് പറയുന്ന സമയത്ത് മലയാളിയുടെ അടുത്തേക്ക് നേരിട്ട് വരുന്നത് ഈ റാപ്പേഴ്സ് തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സോ മാർക്കോ ഈ പറഞ്ഞ പടങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ട്രെയിലറിനേക്കാളും ഒരു ഹാർഡ് ഹിറ്റിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വരാവുന്ന സംഗതി ഈ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോ ഡിസൈനാണ്. ഈവൻ നമ്മുടെ ബൊഗെയിൻവില്ല പോലും അതിൻ്റെ ട്രെയിലറിനേക്കാളും ഇപ്പോൾ അമൽ നീരദിൻ്റെ ട്രെയിലർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ളതാണ്. പക്ഷേ അതിന് പകരം അതിൻ്റെ പാട്ടാണല്ലോ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഒരു ഫിലിം എന്ന് പറയുന്ന ഒരു വലിയൊരു പോപ്പുലർ മീഡിയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സിനിമയുടെ പാട്ടുകളുടെ കാര്യത്തിലൊക്കെ ഈ പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് അതിലേക്കൊരു ക്രോസ് ഓവർന്നോ എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് അത് പ്രവേശിച്ചു കഴിഞ്ഞു. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്നുള്ള രീതിയിലൊരു അതേസമയം തന്നെ ഒരു പോപ്പുലാരിറ്റി ഇപ്പം റാപ്പറിൻ്റെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ റാപ്പറിന് തെറിവിളി കിട്ടും എന്ന് പറഞ്ഞ പോലത്തെ ഈ ഒരു ഇരട്ടത്താപ്പും ഉണ്ടല്ലോ. പേഴ്സണലി എന്താണ് ഇപ്പം ഫിലിമിൽ നിന്ന് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് പ്രൊഡക്ഷനിലേക്ക് വന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എന്താണ് തോന്നിക്കുന്നത് ഈ പറയുന്ന ഒരു പബ്ലിക് ആക്സെപ്റ്റൻസിൻ്റെ കാര്യത്തിൽ? ഇപ്പോൾ ഫിലിം ബേസ്ഡ് പ്രൊമോ സോങ്സിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഡാപ്സീനെ പറയാണ്ട് നമുക്കത് ഒരിക്കലും ആ ഒരു കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഡാപ്സി നമ്മളെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവൻ വന്ന് മണവാളം തഗ്ഗിൽ സ്റ്റാർട്ട് ചെയ്ത് അത് ഭയങ്കര 100 മില്യൺ ക്രോസ് ചെയ്തെന്ന് തോന്നുന്നു. 110 മില്യൺ എങ്ങാണ്ട് വ്യൂസായി. അതിലൂടെയാണ് ഫോർ മീ അതിലൂടെയാണ് മലയാളം ഫിലിമിലോട്ട് ഹിപ്പ് ഹോപ്പ് റാപ്പിനോട്ടുള്ളൊരു ട്രെൻഡ് സെറ്റർ സ്വഭാവത്തിലേക്ക് വരുന്നത് അല്ലേ? അതെ 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 അതെ. അപ്പോൾ അത് വന്ന് കഴിഞ്ഞിട്ട് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഫുൾ ഡോർസ് ഓപ്പണാണ്. ഡോർ ഓപ്പണായി പറഞ്ഞാൽ പിന്നെ പൊളിക്കും. അതാണ് പരിപാടി ബേസിക്കലി. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, ഇപ്പം കഴിഞ്ഞൊരു 3 വർഷമായിട്ട് വാസിം കൊളാബറേറ്റ് ചെയ്യുന്ന ഇവരൊക്കെ ആയിട്ടാണ്. ഡാപ്സി ആയിട്ടാണെങ്കിലും ഹനുമാനായിട്ടാണെങ്കിലും ബേബി ജീനൊക്കെ ആയിട്ടും രജത്തൊക്കെ ആയിട്ട് തുടർച്ചയായിട്ട് കൊളാബറേറ്റ് ചെയ്യണമല്ലോ. അതായത് നേരത്തെ മറ്റേ മഞ്ഞുമൽ ബോയ്സ് സീൻ മാറ്റം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ഹിപ്പ് ഹോപ്പിൻ്റെ ഒരു സീൻ മാറിക്കൊണ്ടിരിക്കുകയാണോ? മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്കാർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ കറൻ്റ്ലി ഇറ്റ്സ് ഗോയിങ് ഇൻ എ ഗുഡ് ഷേപ്പ് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഇതിൻ്റെ അപ്പുറത്തോട്ട് നമുക്കാർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യമുള്ളത് ബേബി ജീൻ, ഇപ്പം നിങ്ങൾ നേരത്തെ ഒരു മ്യൂസിക് എന്ന് പറയുന്ന സമയത്ത് ഒരു കോംപ്രഹെൻസീവ് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ. ചിലപ്പോൾ നിങ്ങൾ ഇനീഷ്യലി അതായത് ഒരു സമഗ്ര സ്വഭാവത്തിലുള്ള പ്രൊഡക്ഷൻ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിലൊക്കെ ഇനീഷ്യൽ ടൈമിൽ അപ്ലോഡ് ചെയ്തൊരു ഘട്ടം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വലിയ പ്രൊഡക്ഷനിലേക്ക് വന്നു. പിന്നെ വസീമിനെ പോലുള്ള അതിഭീകരന്മാരായ ആളുകളൊക്കെ ഏറ്റെടുക്കുന്ന തലക്കനം പോലത്തെ പ്രൊഡക്ഷൻ വരുന്നു. ഈ ഒരു മാറ്റം ഉണ്ടല്ലോ,
അതൊരു വേറെ തരം ജേണിയാണല്ലോ. അപ്പം നിങ്ങളുടെ ലിറിക്കലിൽ തന്നെ കായ്ക്കലൊക്കെ പറയുന്നുണ്ട് എങ്ങനെ പേഴ്സണൽ ലൈഫ് എങ്ങനെ സ്വിച്ച് ചെയ്യുന്നു എന്നുള്ളത്. ഈ പേഴ്സണൽ ലൈഫിൻ്റെ കൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ഇതിൻ്റെ മ്യൂസിക്കൽ പ്രൊഡക്ഷൻ വരുന്നു, ആഗ്രഹിക്കുന്ന ഒരു സൗണ്ട് സ്റ്റുഡിയോ കിട്ടുന്നു, റെക്കോർഡിങ്ങിൽ ഇത് മാറുന്നു എന്നുള്ളത് ഈ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആണല്ലോ. എന്താ പേഴ്സണൽ ജേണി കണക്ട് ചെയ്തിട്ട് അങ്ങനെ പറയാൻ പറ്റുന്നത്? അതെനിക്ക് ഇപ്പോൾ വസീംക്ക പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഈ ഇൻഡിപെൻഡൻറ്റ് സീൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. ഇപ്പോൾ മഞ്ഞുമ്മൽ നേരത്തെ നിങ്ങൾ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഇത്, പക്ഷേ ഇങ്ങനത്തെ ഒരു പരിപാടി നമുക്കിവിടെ ആദ്യം ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പം ഇൻഡിപെൻഡൻറ്റ് പണ്ട് ഉണ്ടെങ്കിലും അതായത് നമ്മൾ ആൾക്കാരെ കൺവീനിയൻറ്റും കൂടെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷേ റാപ്പ് എന്നുള്ളൊരു സാധനം അത് എന്താണോ ഉള്ളിൽ നിന്ന് വരുന്നത് അത് നമ്മൾ ആ ഒരു നല്ല രീതിയിൽ പാറ്റേൺ ആക്കി റൈംസും കാര്യങ്ങളൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി അതാണത്. അപ്പോൾ അതിൻ്റെ ഇപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൻഡാന എന്നൊരു ട്രാക്കാണ്. അപ്പോൾ അതിലിതേപോലെ ഒരു പെർട്ടിക്കുലർ ബഡ്ജറ്റ് വെച്ചു. അപ്പോൾ അത് കോളേജ് ടൈമിലാണോ? കോളേജ് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടി വന്ന ആ ഒരു ടൈമിൽ അപ്പം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും എൻ്റെ കഴിഞ്ഞ കാര്യങ്ങളും എൻ്റെ മാനിഫെസ്റ്റേഷനും അതൊക്കെ കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ലിറിക്സ് ആണെങ്കിലും വരുന്നത്. അപ്പോൾ വീഡിയോയും അതേപോലെ ഇവിടെ അറ്റ്ലീസ്റ്റ് അതായത് ആർട്ടിസ്റ്റിക്കലി കക്കുന്നതാണല്ലോ പരിപാടി, എല്ലാം ഒരു കോപ്പി അല്ലേ. അപ്പം നമ്മളതിനെ ബെറ്ററായിട്ട് കക്കലാണല്ലോ ഒരു ആർട്ടിസ്റ്റിൻ്റെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എനിക്ക് അവിടുത്തെ ഒരു പുറത്ത് കാണുന്ന രീതിയിലുള്ളൊരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആ ഒരു ആർട്ടിൽ കൊണ്ടുവരണം തോന്നി. ഓഫ് കോഴ്സ് അതിൻ്റെ ലിറിക്സും ഏകദേശം ഒരു കണക്റ്റാണ് ആൻഡ് ഇറ്റ്സ് ഹിപ്പ് ഹോപ്പ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ആർട്ട് യൂട്യൂബിൽ അങ്ങനെ ഇടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ അപ്പോഴത്തേക്കും ഇത് മാറി വരുന്നു. പിന്നെ എന്താ പറയുക, യൂട്യൂബിൽ ഇതിട്ടാൽ തിരിച്ച് കിട്ടും എന്നുള്ള സാധനം കയ്യിൽ പൈസ ഉള്ളവർക്ക് മനസ്സിലായി. കാരണം അത് കാണാൻ ആൾക്കാരുണ്ട്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് റവന്യൂ ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് ഇതേപോലെ ഇപ്പോൾ പടത്തിൻ്റെ ഉള്ളിൽ മറ്റേ ഗ്രൗണ്ടിൽ കൂടെ നായകനും നായികയും ഓടുന്ന പാട്ടുകൾ ഇപ്പം ഇല്ല, അത് വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ പാട്ടിൻ്റെ ഇപ്പോൾ ഒരു സിറ്റുവേഷണൽ പാട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വളരെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ പുറത്തായി പാട്ട്, പുറത്തത്തെ പോലെ പാട്ട് പുറത്തായി. അപ്പോൾ കൂടുതൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഓനക്കൊരു ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് എനിക്ക് തോന്നുന്നത് ഒരു പടത്തിന് എന്തെങ്കിലും ഒരു ഇണക്കം സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളൊരു രീതിയിലേക്ക് ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, താങ്ക് ഗോഡ്. അപ്പോൾ അത് നമ്മൾ ഭയങ്കര ഒരു സംഭവമായിട്ട് പറയില്ല, ഞാൻ ഇതിൻ്റെ മാറ്റത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അതായത് ഇത് വരും, നമുക്ക് എന്താ പറയുക, അടുത്ത പ്രൊഡക്ഷനുള്ള ഫണ്ട് നമുക്ക് അങ്ങനെ ഒരു പേയ്മെൻ്റ് ആയിട്ട് മേടിക്കുമ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ പുറത്തുനിന്ന് ഇപ്പോൾ ഒരുപാട് കമ്പനീസ് ലാബൽസ് കാര്യങ്ങളായിട്ട് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി നിൽക്കാം. ഇപ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ് ഇവിടെ. ബട്ട് ഇവിടെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് വലിയ പ്രൊഡക്ഷൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ മിസ്സായി പോവാതിരിക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്രിയേറ്റീവ് സൈഡാണ്. ഇപ്പോൾ ഞാനൊരു 1 year എടുത്തിട്ടാണ് എൻ്റെ ഒരു ബനാന ട്രാക്ക് എൻ്റെ ഒരു പ്രൊഡക്ഷൻ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ബേഗും പോയിട്ട് എവിടെയെങ്കിലൊക്കെ പോയിട്ടിരിക്കും, അതിൻ്റെ കാസ്റ്റിംഗ് പരിപാടി. അപ്പോൾ അതത്ര ഭയങ്കര സെലക്റ്റീവായിരുന്നു, ടൈം സ്പെൻഡ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സാധനം. അപ്പം നെക്സ്റ്റ് എൻ്റെ ഒരു മ്യൂസിക് വീഡിയോ ഞാൻ എടുത്ത് നോക്കുമ്പം അതിൽ എൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡ്, അതായത് എൻ്റെ കൈകളുടെ ഒരു ഏരിയാസ്, എത്തിപ്പെട്ട ഏരിയാസ് കുറവാണ്. പക്ഷെ അതൊരു ബിഗ് പരിപാടിയായിട്ട് മാറും. അപ്പം നമ്മളെ എപ്പോഴും പിടിക്കേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ സീൻ ഗ്രോ ആകുമ്പോഴും എന്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഒരു ക്രിയേറ്റീവ് എലമെൻറ്റ് കാര്യങ്ങൾ എപ്പോഴും സമയമെടുത്തിട്ട് അതിൽ ഇടാൻ നോക്കുക എന്നുള്ളതാണ്. ആൻഡ് അതന്നെയാണ്. ഓക്കെ, ഇതിൽ സിനിമ, അതായത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം സിനിമക്കാർ പിടിച്ചുകൊണ്ട് പോയി എന്നാണോ? സിനിമ ശത്രുണ്ടേ? പക്ഷെ സിനിമ ഇഷ്ടം എനിക്ക് നടുക്കായി പോലെ. അതിൽ രസമുള്ള ജേണിയില്ല, അതിൽ ഒതലങ്ങാത്തുരത്തിലേക്ക് വരുന്നു, പിന്നെ വാഴ വരുന്നു, ഐഡൻറ്റിറ്റി വരുന്നു, ഇപ്പോൾ ഈ പ്രൊമോ സോങ് വരുന്നു. ഇതിൻ്റെ അങ്ങനെ പല ട്രാക്കിലേക്കാണല്ലോ വരുന്നത്. എന്താണ് ഇതിൽ കിട്ടുന്ന ഒരു കംഫർട്ടും അല്ലായ്മയും എന്താ? എനിക്ക് ഇൻഡിപെൻഡൻറ്റ് മാത്രം ആണ് ഞാൻ സീക്ക് ചെയ്യുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം. ഭാവിയിൽ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഞാനൊരു സാധനം പറഞ്ഞു, നേരത്തെ ഫസീം പറഞ്ഞല്ലോ, മറ്റേ എന്തിലേക്കാണിത് പോണേന്ന്. ഇപ്പോഴത്തെ ഒരു സീൻ ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പുറത്ത് ഇപ്പോൾ കെൻഡ്രിക് ലമാർ
ഡ്രേക്ക് സീൻ, അല്ലെങ്കിൽ എമിനം ഒരാളെക്കെതിരെ ഡിസ്ട്രാക്ക് ഇറക്കി, അല്ലെങ്കിൽ എമിനം ഒരു ട്രാക്ക് ഇറക്കി, അയാൾ ഈ ആർട്ടിസ്റ്റിൻ്റെ ലൈഫ് സ്റ്റഡി ചെയ്ത്, ഇപ്പോൾ ടൈലർ സ്വിഫ്റ്റിൻ്റെ ഒക്കെ പറയില്ലേ ഒരു ട്രാക്ക് ഇറങ്ങിയ ഒരു ബ്രേക്കപ്പ് ഇടുന്നുണ്ടാവുമെന്ന്. അപ്പോൾ ഇത്രയൊന്നും ഓഡിയൻസ് വളർന്നിട്ടില്ല, ആയി വരണേ ഉള്ളൂ. അത് ഈ സീൻ്റെ അകത്ത്, റാപ്പ് കൾച്ചറിൻ്റെ അകത്ത് ഭയങ്കര ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഓരോ ഇൻറ്റേർണൽ ഇഷ്യൂസൊക്കെ മനസ്സിലാക്കുന്നത്, അത് പിടിക്കണതൊക്കെ. അപ്പോൾ ആ ആർട്ടിസ്റ്റുള്ള ലിറിക്സൊക്കെ വായിച്ച് മനസ്സിലാക്കി, ഓ ഇതാണ് അതിൻ്റെ ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് ഇനി വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് ഡിസ്കൾച്ചർ ഭയങ്കര ഇഷ്ടമാണ്. പുറത്ത് കിടക്കുമ്പോൾ അത് അടിപൊളിയാണ്, നല്ല ഹെൽത്തി കൾച്ചർ, അടിപൊളിയല്ല. അവർ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതും. അപ്പോൾ ഇതൊരു എനിക്ക് ഏറ്റവും എൻജോയ് ചെയ്തൊരു ഒരു ഏരിയ എന്ന് വെച്ചാൽ എം.ഇ.വെ ബണ്ടായും ഏതോ രണ്ട് ആൾക്കാരുടെ ഇടയിൽ ഒരു സീൻ നടക്കണ്ടായിരുന്നു ഒരിടയ്ക്ക്. വലിയ ഐഡിയ ഉണ്ടോ, ഓർമ്മയുണ്ടോ? കെൻഡ്രിക്കും ഡ്രേക്കും അല്ലേ? കെൻഡ്രിക് ലൈം ഒക്കെ അല്ല, ഞാൻ ഇന്ത്യക്കകത്തൊരു സീൻ നടക്കണ്ടായിരുന്നു. എം.ഇ.വെ സീതമൂത്തിൻ്റെ നടക്കുന്നുണ്ട്. അപ്പോൾ അയ്യോ ഞാൻ പറയാം, റഫ്താറും എം.ഇ.വെയുടെ ഇടയിൽ ഒരു 4 ട്രാക്ക് ഇറങ്ങിയിട്ടുണ്ട്, അടിപൊളിയത്. ആ ഒരു സീസൺ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ റെഫറൻസുകൾ പറയലും പരിപാടികളും, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഹെൽത്തി കൾച്ചർ. ഇപ്പോൾ മെറ്റലിനകത്ത് മോഷ്പിട്ട് പോലത്തെ പരിപാടിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ വരണം, ആ പരിപാടികളൊക്കെ കുറച്ചപ്പോൾ എഴുത്തൊക്കെ ബെറ്റർ ആവും. അപ്പോൾ അപ്പുറത്തെ ആൾ അടിച്ച് ഇടണം എഴുത്തിലൂടെ, ആ ഒരു കോമ്പറ്റേറ്റീവ് പരിപാടികൾ വരും. ആളുകൾ അറിയാൻ തുടങ്ങും. ഇപ്പോൾ ബേബി നാളെ ട്രാക്ക് ഇറക്കി കഴിഞ്ഞാൽ ബേബിയുടെ ലൈഫ് അറിയാൻ പറ്റണം. ആര് ലൈഫ് അതിൽ ഡിഗിൻ ചെയ്യണം. അത് ആളുകൾ മാറണം, ആളുകൾ മാറും. അതൊരു ആർട്ടാണ് ശരിക്കും. അത് അടിപൊളി പരിപാടി അത്. അപ്പോൾ അതിലേക്ക് എത്തണം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നോക്കി എടുക്കണത്. സിനിമ വല്ലപ്പോഴും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ സിനിമയുടെ ഭാഗമാവാം. എനിക്ക് തോന്നുന്നത് ഒരു മാസ് ഓഡിയൻസിലേക്ക് നമ്മുടെ ആർട്ട് എത്തിക്കാൻ ഉള്ളൊരു മാധ്യമമാണ് സിനിമ എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. മാസ് ഓഡിയൻസ് അതായത് ഒരു 1000 ആൾക്കാർ കേട്ടിട്ട് നമുക്ക് നമ്മൾ ചെയ്യാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ട് ഇത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നില്ല. ആ ഒരു സൈഡ് ഇപ്പോൾ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സിനിമ എന്ന് പറഞ്ഞ അവിടെ നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരത് അത്രയും മാർക്കറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇപ്പോൾ ഈ പടത്തിൻ്റെ പോസ്റ്റർ ഇപ്പോഴും ഒട്ടിക്കുന്നുണ്ട്, പേപ്പറിൽ തന്നെ എല്ലായിടത്തും പോയി ഒട്ടിക്കുന്നുണ്ട്. അത് സിനിമ അത്രയും ബിഗ്ഗാന്ന് കരുതിയിട്ട് അതിലൊന്നും മുടക്കം വന്നിട്ടില്ല. അപ്പം ആ ഒരു എലമെൻ്റ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും ഒരു ഓഡിയൻസിൻ്റെ, അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആർട്ട് ഫോം. അപ്പോൾ എല്ലാതും ഉണ്ടല്ലോ അതിൽ. അപ്പോൾ ഒരു ബെസ്റ്റ് ചാൻസും കൂടെയാണ് നമ്മുടെ ഒരു മൂവിയിൽ അല്ലെങ്കിൽ ഒരു പാട്ട്. അതാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് വേറെ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് നമ്മുടെ ഒറിജിനൽ ആർട്ട് അല്ലെങ്കിൽ കൂടി ഇപ്പോൾ രജത്ത് അല്ലെങ്കിൽ ബേബി ജീൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെ, അല്ലെങ്കിൽ ഡബ്സി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെ അവരുടെ ഒരു പോർട്ട്ഫോളിയോക്ക് അല്ലെങ്കിൽ ഒരു സ്പോട്ടിഫൈ പ്രൊഫൈലിലോട്ട് ഒരു കണ്ണ് ഉണ്ടാവും. ബാക്കി ആ ട്രാക്ക് അവിടെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിനിമ കണ്ട ഒരു 1,00,000 ആൾക്കാർ എടുക്കുക, അതിലൊരു 60,000 അല്ലെങ്കിൽ 40,000 അവിടെ പോയി നോക്കും. അതിലൊരു 10,000 ആൾക്കാർ അത് ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പം അതിന് കാരണം എന്ന് പറഞ്ഞത് ആ ഒരു 1,00,000 ഓഡിയൻസിലേക്ക് ആദ്യം ഈ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളതാണ്. അങ്ങനെ ഒരു സൈഡ് കാണുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല സൈഡ് ഉണ്ട്. പക്ഷെ അവിടെ ഐഡൻറ്റിറ്റി ലോസ് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ ഇൻഡിപെൻഡൻറ്റിൽ തന്നെ നടക്കുള്ളൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഹിപ്പോപ്പിൽ അതുണ്ട്, ഹിപ്പോപ്പിൽ ആ സാധനം ഉണ്ട്. പക്ഷേ ഒരു പടത്തിന് വേണ്ടി എഴുതുന്ന സാധനത്തിനകത്ത് ചിലപ്പോൾ അത് പൂർണ്ണമായും ഇല്ലുമിനാറ്റിക്ക് ടാപ്സിയുടെ എന്താ ഐഡൻറ്റിറ്റി എന്ന് എനിക്കറിയില്ല. അത് ആ ക്യാരക്ടറിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഇഫ് യു ഗോ ദ ഐഡൻറ്റിറ്റി, നമുക്ക് ഓൾറെഡി നമ്മളിൽ ഒരു പരിപാടി, നമ്മളെ ഐഡൻറ്റിറ്റി ഓൾറെഡി അവിടെ ഉണ്ട്, കീപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പടത്തിൽ മറ്റേത് പാടിയ ചെക്കൻ അല്ലാതെ ഇതിൽ അവൻ പാടിയിട്ടുണ്ട്. അതാണ് ഐഡന്റിറ്റിയിൽ സോളിഡ് വരുന്നൂടെയുണ്ട്. അതിലെനിക്ക് കണക്ട് ചെയ്ത് കേൾക്കാനുള്ളത്, നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഹനുമാൻ കൈൻഡ്, റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ പോസ്റ്റർ ബോയ് ആക്കിയത് ഹനുമാൻ കൈൻഡിനെയാണ്. ഹനുമാൻ കൈൻഡുള്ള സിനിമ, ഹനുമാൻ കൈൻഡ് അഭിനയിച്ച സിനിമ. ഇപ്പോൾ ഡാപ്സിയുടെ പാട്ട് അല്ലേ, എനിക്കൊന്നത് കണക്ട്. ഡാപ്സിയുടെ പാട്ട് എന്നുള്ളത് ഇനീഷ്യലി ഡാപ്സി പാടുന്നു. ഇപ്പോൾ ബേബി ജീൻ, മാർക്കോയിൽ ബേബി ജീൻ്റെ പാട്ട് വരുന്നു എന്ന് പറയുന്നത് നേരത്തെ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റിനെ ഉപയോഗിച്ച് അയാളുടെ ഒരു യുണീക്ക് വോയിസ്, യുണീക്ക് വോക്കൽ, അതിൻ്റെ ഇത് വെച്ചിട്ടൊരു ട്രെൻഡ് സെറ്റർ സോങ് ആണ് ഇത് ചെയ്യുന്നെങ്കിൽ, പിന്നീട് ആ പേര് തന്നെയാണ് ബ്രാൻഡ് ചെയ്യുന്നത്. നോക്കൂ, ഇതിന് വേണ്ടിയിട്ട് ഇന്നയാൾ പാടുന്നു. എനിക്ക് ചില വാസിമിലേക്ക് കണക്ട് ചെയ്യുന്ന കോൾ വരുന്ന സമയത്ത് വാസിം ഇന്നയാളെ വെച്ചിട്ട് ഇന്ന സിനിമയ്ക്ക് പ്രൊമോ സോങ് ചെയ്യുമോ എന്ന് തന്നെയാണ് സ്ട്രെയിറ്റ് ചോദിക്കുന്നത്. ഇതിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ വരാവുന്ന ഈ റീസെൻ്റ്ലി ഇനി ഇറങ്ങാൻ പോകുന്ന എത്രയോ സിനിമകൾ റിലേറ്റ് ചെയ്തിട്ട്
നോർമലി ഇവർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സിനിമയുടെ പ്രൊമോ എന്ന് പറഞ്ഞാൽ സിനിമയുടെ തിമാറ്റിക്കായിട്ട് സിനിമയ്ക്ക് വേണ്ടി ഒരു അഡീഷണൽ മെറ്റീരിയലായിട്ട് ഇവരുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യനെയാണ് ഓൺ ബോർഡ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻ ഒരു ചോദ്യം തിരിച്ചു വയ്ക്കാനുള്ളത്, ബേബി ഞാൻ ചോദിക്കാം. എന്താ വെച്ചാൽ ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ പുതിയതായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ 2 വർഷമായിട്ട് റാപ്പർ ആവാം, മ്യൂസിക് പ്രൊഡ്യൂസർ ആവാം, എന്താണ് മ്യൂസീഷ്യൻ ആർട്ടിസ്റ്റ്, അപ്പോൾ അവൻ എന്താണ് എയിം ചെയ്യേണ്ടത്? അവൻ എങ്ങനെയും പെട്ടെന്ന് സിനിമയിൽ എത്തിയിട്ട് അവൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കണമാണോ, അവൻ്റെ ക്രാഫ്റ്റിലാണോ ശരിക്കും വർക്ക് ചെയ്യേണ്ടത്? ഇനീഷ്യലി നല്ല അവൻ്റെ ഓൺ ഇതിൽ വർക്ക് ചെയ്താലേ അവനൊരു ആർട്ടിസ്റ്റ് ആവുള്ളൂ. ആദ്യമേ ഈ ലൈഫ് സ്റ്റൈലും സിനിമയും ഇങ്ങനെ പോയി ഇരിക്കണതും അങ്ങനെ പോയി ചാടുന്നതും കണ്ടിട്ട് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനത്തെ വരികളേ വരുള്ളൂ. ബട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉള്ളിലുള്ളത് ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഛർദ്ദിക്കണം, അല്ലെങ്കിൽ ഒന്ന് അത്ര പ്രഷറായിട്ട് വരുന്നതാണ്. അതായത് ആർട്ടിസ്റ്റ് ഒരിക്കലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന നമ്മളെല്ലാം എന്നുള്ളത് നമുക്കറിയാലോ. പരിപാടി ഉള്ളിൽ നിന്ന് വരണം, സ്വന്തമായിട്ട് വരണമെങ്കിൽ. അപ്പോൾ ആ ഒരു 2 years ഒരിക്കലും ഒരു സിനിമ ഒന്നൊരു ഫോക്കസ് ചെയ്യരുത്, അല്ലെങ്കിൽ ഒന്നിനെയും അതായത് ഒരു നേട്ടങ്ങളെ ഫോക്കസ് ചെയ്യരുത്. ഉള്ളിൽ വിശ്വസിച്ചിട്ട് നമ്മുടെ എഴുത്തിൽ ഫോക്കസ് ചെയ്യാം. ബാക്കി വരാൻ ആർട്ട് ചിലപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ കുറേ, അതായത് ഇപ്പം നമ്മൾ കുറേ കഴിഞ്ഞിട്ടാവും അംഗീകരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ അതിന് കുറേ സൈഡ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ആദ്യം ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ഇപ്പോൾ റീസെൻ്റിൽ അല്ലെങ്കിൽ ഒരു ബാഹുബലി ഇറങ്ങിയെന്ന് വിചാരിക്കാം. അപ്പോൾ ബാഹുബലി അല്ലെങ്കിൽ അതിന് മുമ്പ് പുഷ്പ ഇറങ്ങി. പുഷ്പയിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഹണി സിംഗ് പാട്ട് പാടി കഴിഞ്ഞാൽ അത് ഹണി സിംഗ് പാടിയ പാട്ടാണ്. വേറെ അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി എത്ര സോളിഡായിരിക്കുന്നോ, നമ്മൾ അതിനെ ഡോമിനേറ്റ് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നോ അവിടെയാണത് മാറ്റർ. അതിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മളെക്കാളും ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു വർത്ത് അല്ലെങ്കിൽ കുറച്ച് താഴെയുള്ള ഒരു മൂവിയിലോ പ്രൊജക്റ്റിലോ പാടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും നമ്മളായിരിക്കും ഡോമിനേറ്റ് ചെയ്യുക. നേരെ മറിച്ച് അത് ഒരു കണക്ക് നമുക്കറിയാമല്ലോ, നമ്മൾ പാടുന്നത് ഈ പടത്തിലാണ്, അതിൽ തൂക്കം ആർക്കാന്ന് അതെങ്ങനെ പോയാലും ഒരാണ് അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണാണെങ്കിലും അവിടെ സ്കില്ലാണ് സ്പീക്ക് ചെയ്യുന്നത്. അത് അളക്കണം. അത് നമുക്കൊരു ഓട്ടോമാറ്റിക്കലി ഒരു തോട്ട് ഉണ്ടാവുമല്ലോ, ഓക്കെ ഇതിങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടാൻ പോണത്, ഈ പടത്തിൻ്റെ പേരിലായിരിക്കും എനിക്കിത് കിട്ടുക. അപ്പോൾ കുറേ സൈഡ്സ് ഉണ്ട്. എനിക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് കുറച്ചും കൂടി അവരുടെ മാർക്കറ്റിംഗ് സാധനങ്ങളും സ്വയമായിട്ട് കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആവണം ഇനി വരുന്ന തലമുറ. ഇനിയിപ്പോൾ അതിനുള്ള പ്ലാറ്റ്ഫോമോ ഇഷ്ടം പോലെയാണ്. പക്ഷെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായി, ആർട്ടിസ്റ്റിന് ഇപ്പോൾ രജത്തോ ബേബി ആരാണെങ്കിലും നിങ്ങളുടെ ഇനീഷ്യൽ ഫേസിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫാൻ ഫോളോയിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ലിസണേഴ്സ് ഉണ്ട്. നിങ്ങളുടെ ലിസണേഴ്സ് മാത്രമല്ലാണ്ട് വേറെയും ഒരുപാടധികം അൺടാപ്ഡ് ഓഡിയൻസ് പുറത്തുണ്ട്. ആ ഓഡിയൻസിന് നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മാസ് മീഡിയ സിനിമ എന്തായാലും അത് യൂട്ടിലൈസ് ചെയ്താലേ കൂടുതൽ ലിസണേഴ്സിലോട്ട് എത്തുള്ളൂ എന്ന് എനിക്ക്. അത് യൂട്ടിലൈസ് ചെയ്യണം, അത് ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞിട്ട് ഇപ്പം വണ്ടിനെ തേടുന്നുള്ള സംഭവിച്ചത് സിനിമ കണ്ടോ ഇതുകൊണ്ടൊന്നല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ നല്ല പണിയെടുത്തിട്ടുണ്ട് അതിൻ്റെ മാർക്കറ്റ് ചെയ്യാൻ. ഈ ജോഷ് എന്നുള്ള ആപ്പ്, ഞാൻ പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്, റിവീൽ ചെയ്യാൻ ഉള്ള പറയാലോ. ജോഷ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ 10,000 രൂപ കൊടുത്ത് റീൽ ചലഞ്ച് നടത്താം. പിന്നെന്താ ബമ്പിൾ എന്നുള്ള ആപ്പിനകത്ത് ബമ്പിൾ ബിസിനസ് അതിനകത്ത് നമുക്ക് മറ്റേ ക്രിയേറ്റേഴ്സ് അങ്ങനത്തെ ആൾക്കാരെ കണക്ട് ചെയ്യാം. ഞാൻ കുറച്ച് അങ്ങനെ നേടാണ് കുറച്ച് അതിൽ. ഞാൻ ഇരുന്ന ആൾക്കാർക്ക് മെസ്സേജ് ബ്രോ ഈ ട്രാക്കിലേക്ക് ഇങ്ങനെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കുന്ന ഐഡിയ ഉണ്ട്, ഞാൻ അങ്ങനെ പണിയെടുക്കും. ഞാൻ പറയണത് അങ്ങനെ പണിയെടുക്കണം എന്നാണ്. അങ്ങനെ ഈ പുറത്ത് കുറേ ഇൻസ്പയർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. JVK എന്നൊരു ആർട്ടിസ്റ്റ് അറിയാം, മറ്റേ ഗോൾഡൻ അവർ എന്നൊരു ട്രാക്ക് ചെയ്തേ. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ റീൽസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ വേൾഡ് അങ്ങനെയാണ്. പണ്ട് നമ്മൾ മറ്റേ ഇപ്പോൾ പോസ്റ്റേഴ്സ് അടിക്കുന്ന പരിപാടി ചെയ്യാൻ പറ്റിയാൽ ചെയ്യുക, പക്ഷേ ഫീസിബിൾ അല്ല. കാരണം വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിന് ഇതെല്ലാം അതിൻ്റെ ട്രാക്ക് മിക്സ് മാസ്റ്റർ ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം, മൊത്തം പരിപാടിയൊക്കെ ചെയ്ത് ഇതൊക്കെ അടിക്കാൻ നടക്കുന്ന കാര്യമല്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആ കൾച്ചറിലേക്ക് വരാൻ കുറച്ച് പാടാണ്. കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചിലവാകാത്ത രീതികൾ ഉണ്ടാവില്ല ഇതിന് പുറകിൽ. ഞാനത് ഇല്ല, ഇതിനൊരൊറ്റ രീതിയുള്ളൂ, ഒരു ഭംഗിയിൽ പരിപാടി ആൾക്കാർക്ക് എത്തിക്കുക. അതിന് ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് സൈഡ് നിന്ന് സംസാരിക്കുമ്പോൾ ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് സിനിമയാണ്. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ആർട്ട് കൊണ്ടുപോയി വെക്കുക, മാസ് ഓഡിയൻസിലേക്ക് എത്തിക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പേരെ എടുക്കുക. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ ഒരു 1 year വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു മിക്സ് മാസ്റ്റർ 10,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ട്രാക്കിന്. അതായത് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത്
അതിൽ നിന്ന് അതപ്പം തന്നെ പോകും. ആ ഒരു ഇതിൽ നിന്ന് മാക്സിമം അങ്ങനെയൊക്കെ സേവ് ചെയ്തൊരു 10K കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1 year വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഭയങ്കര സ്ലോവർ ആയിരുന്നു ആ ഒരു ഫിനാൻഷ്യൽ ഇതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ട്രാക്ക് ആയിക്കഴിഞ്ഞിട്ട് അത് എന്താ പറയുക, പുറത്തേക്ക് ആൾക്കാരെ കൂടെ എത്തിക്കാനുള്ളൊരു പരിപാടി നമ്മളന്ന് ചെയ്തിരുന്നു. പറഞ്ഞ പോലെ റീലിടുക, അത് റീലിട്ട് അത് നമ്മുടെ ട്രാക്ക് വെച്ച് റീലിട്ടവരെ റീഷെയർ ചെയ്യുക, അങ്ങനെ കുറേ കേസുണ്ട്. ഇതിപ്പം ഇങ്ങനൊരു സൈഡും കൂടെ, ഇത്രയും ഒരു ബെനിഫിഷ്യൽ ആയിട്ടൊരു സൈഡും കൂടെ മൂവി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇത് ചിലപ്പോൾ ഇത് എത്ര കാലം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. സോ മാക്സിമം നമ്മുടെ മുന്നിൽ കിട്ടുന്ന ഒരു മാർക്കറ്റിംഗ് സൈഡ് എന്നുള്ള രീതിയിലാണ് മൂവി എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മൂവി ഇഷ്ടപ്പെട്ട് മൂവിയിൽ മാത്രം പാടുന്ന ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരിക്കും, അതിൽ എഴുതുന്ന ഇൻഡിപെൻഡൻറ്റ് എഴുത്തുകാരുണ്ടായിരിക്കും. ഇപ്പം ഒരു ഇൻഡിപെൻഡൻറ്റിന് വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മൾ ആ സൈഡ് എടുക്കുമ്പോൾ ഞാൻ കാണുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതായത് നമ്മളൊരിക്കലും ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞൊരു മാസമല്ല ഇപ്പോൾ, അതായത് കൂടുതലല്ല ഇപ്പോൾ കമ്പയറിങ് ടു മൂവി സീൻസ് ഇറ്റ്സ് ലിറ്റിൽ. അപ്പോൾ അത് ആ ഒരു ഓഡിയൻസിനെ കൊടുക്കാനായിട്ട് നമുക്ക് സിറ്റുവേഷൻസും കാര്യങ്ങളും സൈഡുകളും ഓൾറെഡി അവിടെ ഫ്രീ ആയിട്ട് എന്താണ്. അപ്പോൾ ഒരു ട്രാക്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇനി വരുന്ന ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒരു ഐഡൻറ്റിറ്റി വരാൻ വേണ്ടി കാത്തിരിക്കുന്നു വേണ്ട. ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിപ്പോൾ ആരായാലും ചെയ്യും. ഇപ്പം ഇവിടുന്ന് ഇപ്പോൾ ഒരു മൂവി 2-3 ചെയ്യില്ല, ഞാൻ മറ്റേ ഇതാണ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഓഫർ ചിലപ്പോൾ പുറത്തുനിന്ന് വന്നാൽ ചിലപ്പോൾ എടുക്കുമായിരിക്കും. സോ അപ്പോൾ എന്താ പറയുക, നമുക്ക് തോന്നുന്നു ഓക്കെ ബെറ്ററാണ്, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് അങ്ങനെയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി. ഒരു മാധ്യമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെയാണ് ഒരു മാസിലേക്കുള്ള ഒരു മാർക്കറ്റ് അല്ലേ സിനിമ ഹെൽപ്ഫുൾ ആണ് എപ്പോഴും. നമ്മൾ സ്പോട്ടിഫൈയുടെ റീച്ച് നല്ല അടിപൊളിയായിട്ട് കയറ്റിവിടും. പിന്നെ ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാലോ, നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ. പിന്നെ അത് ഒരു സിനിമ ഗായകൻ എന്നുള്ള രീതിയിലേക്ക് പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു അതൊരു റാപ്പറെ സിനിമ ഉപയോഗിച്ചു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ഈ ഒരു അവർ ഇപ്പം ഇത് സംസാരിക്കുന്ന ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളുടെ കേസിനല്ലാണ്ട് ഞാൻ പറഞ്ഞത് ചില എനിക്ക് കുറച്ച് സിനിമയിൽ ഫ്രണ്ട്സ് ഉണ്ട്, ഇവർക്ക് ഇൻഡിപെൻഡൻ്റ് ആണ് ആഗ്രഹം, എന്നിട്ട് ഈ സിനിമയിൽ വേൾഡ് പെട്ടുപോയി എന്നുള്ളൊരു കഴിഞ്ഞൊരു ജനറേഷൻ ഉണ്ട്. ഒരു 8 വർഷം മുമ്പോട്ട് കുറേ പേരിനകത്ത് കിടക്കണവരുണ്ട്, പ്രോഗ്രാമേഴ്സ് ആയിട്ട് കിടക്കുന്നവരുണ്ട്, കുറേ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ആവുന്നവർക്ക്. ഇപ്പം ഈ സീൻ മാറണ കാണുമ്പോൾ ഷേ അന്ന് പിടിച്ചാൽ മതിയായിരുന്നു അല്ലേ. അപ്പം അതാ പറഞ്ഞത്, അതൊരു മെൻറ്റാലിറ്റി. ഇതിൽ നേരത്തെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം ഒരു ക്യാമ്പസിലേക്കോ അല്ലെങ്കിൽ വേറെ ഒരു വലിയൊരു ഇവൻറ്റ് വെന്യൂവിലേക്ക് ഒരു പ്രീ റിലീസ് ഫിലിം പോകുന്നത് ബേബി ജീൻ എന്ന പെർഫോമറിനെ കൊണ്ടാണ്, വേടൻ എന്ന പെർഫോമറിനെ കൊണ്ടാണ്, രജത്ത് എങ്ങനെയാണ് പോകുന്നത്. എന്നുവെച്ചാൽ അതിനെ അക്കമ്പനി ചെയ്ത് പോകുന്നത് ഈ പെർഫോമർ, ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഉണ്ടാക്കിയ ആൾ കൂടി ട്രാവൽ ചെയ്യാണ് ഇതിൻ്റെ കൂടെ. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അവിടെ ഡിമാൻഡായിട്ടും വരുന്നുണ്ടല്ലോ. ഇത് ശരിക്ക് ഫിലിമുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ട്രാക്ക് പോലും ആയിരിക്കില്ല ചിലപ്പോൾ അവിടെ പാടുന്നത്. അതുകൂടെ ആ ഒരു എനിക്കൊന്ന് മാസിലേക്കുള്ള ഒരു റൂട്ടാവുന്നുണ്ടെന്നുള്ളത്. വാസിം, ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഈ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികൾക്കപ്പുറത്ത് ഈ റാപ്പിന് അല്ലെങ്കിൽ ഇവിടേക്കുള്ള ഹിപ്പ് ഹോപ്പിൻ്റെ കേരളത്തിലുള്ള ആളുകളുടെ ഒരു ഫ്യൂച്ചർ, അതിനെക്കുറിച്ച് എന്താണ് ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ തോന്നുന്നത്? കാരണം ഇപ്പോൾ ഹനുമാനാണെങ്കിൽ ഹനുമാൻ കൈൻഡിൻ്റെ ബിഗ് ഡോസ് വന്ന സമയത്തുള്ള എല്ലാ ഡിസ്കഷനും അദ്ദേഹത്തിൻ്റെ ഒരു യൂറോപ്പ് ആക്സെപ്റ്റബിൾ ആവുന്നൊരു ആക്സെൻ്റ് ഉണ്ട്, ഹൂസ്റ്റണിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് റിലേറ്റബിൾ ആവുമായിരുന്നു ഒരു ഗ്ലോബൽ ഓഡിയൻസിന് എന്നുള്ളത്. ഇംഗ്ലീഷിൽ റാപ്പിംഗ് നടത്തിയിട്ടുള്ള ആളായിരുന്നു. ഒരു മലയാളം എന്ന് പറയുന്ന സമയത്ത് അവിടെയും ഈ പറയുന്ന കുറച്ചുകൂടി മലബാറിൽ നിന്ന് വരുന്നവരുണ്ട്, അങ്ങനെ പല കൾച്ചറൽ മിക്സ് എന്നൊക്കെ വരുന്നവരുണ്ട്. എന്താണ് ഈ പറയുന്ന ഇതിൻ്റെ ഒരു ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് വരുന്നൊരു മാറ്റം എന്താണ്? എന്താ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് മാറ്റം എന്ന് പറയുമ്പോൾ HMK ഹനുമാൻ കൈൻഡിൻ്റെ ബിഗ് ഡോഗ്സ് ബ്ലോ അപ്പായി, അത് കുറേ അധികം ആൾക്കാർ കാണുന്നത്. മുമ്പ് മലയാളത്തിലുള്ള തെറികൾ മാത്രമേ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് ഇംഗ്ലീഷിൽ ഇവനെ കാണുമ്പോൾ തന്നെ നാറുന്നു, മറ്റേ ഈ പറഞ്ഞ പോലെ ഭയങ്കര വേർപ്പ്, ആ രീതിയിലുള്ളത് നമ്മൾ വായിക്കേണ്ട അവസ്ഥ നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷേ എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന വീഡിയോ ആരാണെങ്കിലും കാണുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ബേസിക്കലി നമുക്ക് ഒരു സന്തോഷമുള്ളത്. ഇതിൽ അതിൻ്റെ അപ്പുറത്തോട്ട് എന്താണ് ഇതിൽ പറയേണ്ടത് എനിക്കറിയില്ല ദിശേട്ടാ. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ഇവരുടെ എല്ലാം ഓൺ യൂട്യൂബ് ചാനലിൽ നിന്ന് ഇവരുടെ തന്നെ എഫേർട്ടിൽ ഇവരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സമ്പാദ്യത്തിൽ നിന്ന് തുടങ്ങിയ ഒരു ജേണിയിൽ ഗ്ലോബലി ആക്സെപ്റ്റൻസ് ഉള്ള മ്യൂസിക് ലേബൽസ് വരികയാണ്. ഇതിപ്പം ബേബി ജീനാണെങ്കിലും രജത്തിനാണെങ്കിലും വേടനാണെങ്കിലും ഡാപ്സി ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് ലീഡിങ് മ്യൂസിക് ലേബൽസ് കൂടിയാണല്ലോ. ശരിക്കും ആ രീതിയിൽ കൂടി ഈ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കായിട്ട് സിനിമയ്ക്ക് പുറത്ത് അടർത്തി അതിനൊരു ജേർണി
ഇനി പോസിബിൾ ആവുന്ന തരത്തിലാണോ കാര്യങ്ങൾ എത്തുന്നത്? എല്ലാം ആർട്ടിസ്റ്റിൻ്റെ കയ്യിലായിരിക്കണം. ആർട്ടിസ്റ്റ് ഏത് പാത്താണോ ചൂസ് ചെയ്യണത് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകും. ഈ ഇപ്പോൾ ചില സമയത്ത് ചില ആർട്ടിസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ഓൺലി വഴിയിലൂടെ പോകും. ചില ആർട്ടിസ്റ്റുകൾ മെയിൻ സ്ട്രീം സിനിമയിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ പിന്നണി ഗായകനായി മാറി ആ രീതിയിലും പോകാറുണ്ട്. എൻ്റെ എല്ലാ ആർട്ടിസ്റ്റും ഭയങ്കര വ്യത്യാസമുണ്ട്, ഭയങ്കര ക്യാരക്ടേഴ്സ് ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും. എൻ്റെ ഇവരുടെ ചോയ്സും പാത്താണ് ഡിസൈഡ് ചെയ്യണത് ഇതെല്ലാം. എന്തായാലും നമുക്ക് എനിക്ക് തോന്നുന്നത് ഓഡിയൻസ് സൈഡിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിൽ കൂടി പോവാൻ തോന്നുന്നു. ഓക്കെ, സോ താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. എനിക്ക് ബേബി ജീൻ സാറിനോടാണ് ചോദിക്കാനുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഹ്യൂജ് ഫാൻ ഓഫ് യുവർ വർക്ക് ആൻഡ് ഞാനിപ്പോൾ കൺവേർട്ടഡ് ആയിട്ടുള്ളൊരു ഫാനാണ്. ഞാൻ ഇപ്പോഴാണ് എൻ്റെ ഒരു റെക്കഗ്നേഷൻ കിട്ടിയത്, ടു ബി ഓണസ്റ്റ്. ഓക്കെ, സോ അത് പറയാം ഫസ്റ്റ് ഓഫ്. സോ എനിക്ക് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ മനീഷ് സാറ് നേരത്തെ ചോദ്യത്തിൻ്റെ ഉള്ളൊരു ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ നമുക്ക് അറിയാവുന്നൊരു ഫാക്റ്റാണ് ഈ മലയാളി ഓഡിയൻസ് ബേസിക്കലി ഹൈലി ക്രിട്ടിക്സ് ആയിട്ടുള്ളൊരു വ്യക്തികളായിരിക്കും. അപ്പോൾ ഒരു കണക്കിന് അത് നല്ലൊരു സംഭവം തന്നെയാണ്. കാരണം അതുകൂടെയാണ് നമ്മൾ നമ്മുടെ ആർട്ട് പെർഫെക്റ്റ് ആക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ സാറിന് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആസ് എ റാപ്പർ എന്ന നിലയിൽ മലയാളം ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ? വാട്ട് വെർ ദ സ്ട്രഗിൾസ് യു ഫേസ്? ലൈക്ക് എന്തൊക്കെയായിരുന്നു ചാലഞ്ചസ്, എന്തൊക്കെയായിരുന്നു ആ ഡിഫിക്കൽട്ടി അതിനൊക്കെ ഒന്ന് എൻട്രി ചെയ്യാനായിട്ട്? എനിക്ക് തോന്നുന്നത് എനിക്ക് ഫസ്റ്റ് ഉണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ ഫസ്റ്റ് സ്റ്റേജിൽ കയറുമ്പോൾ എൻ്റെ വീട്ടുകാർക്ക് അറിയില്ല എന്താണ് സംഭവം എന്നുള്ളത്, പരിപാടി ഇതെന്താണ് ഈ ചെയ്യണ സ്റ്റേജിലൊക്കെ. അതെനിക്ക് തോന്നുന്നത് ഒരു ഓൾമോസ്റ്റ് 1 ഇയർ, ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് 4 ആളൊക്കെ ഒന്ന് അറിഞ്ഞപ്പോഴാണ് അവർക്ക് വരെ മനസ്സിലായത് ഇങ്ങനെ ഒരു ജോൺറി പരിപാടി ഇതൊക്കെ ഉണ്ടെന്നുള്ളത്. പിന്നെ ഈ ക്രിറ്റിസിസം എന്ന് പറഞ്ഞ ഒരു പരിപാടി അതെപ്പോഴും ഉണ്ട്. അത് ഇന്ത്യയിലും കേരളത്തിലും മാത്രമൊന്നുമല്ല, അതെല്ലായിടത്തും ഉണ്ട്, എന്തെങ്കിലും ഒരു കാര്യമായിട്ട്. അപ്പോൾ അതിനെയൊക്കെ നോക്കാൻ പോവാതിരിക്കുക എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ അപ്ഡേറ്റ് ആവുന്നത്. മറ്റേ ഈ ഒരു പരിപാടി അതിനെക്കുറിച്ച് വേവലാതിപ്പെടാതിരിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തലാണ് അപ്ഡേറ്റ് ആവുക എന്ന് പറയുന്നത്. അല്ലാതെ അത് ഈ പരിപാടി നിർത്തലാക്കുക എന്നുള്ളത് സാധ്യമല്ല. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് എസ്പെഷ്യലി എൻ്റെ എക്സ്പ്ലിസിറ്റ് കണ്ടൻ്റാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇത് കുട്ടികൾക്ക് ചോറ് ഉണ്ടാവും വരെ കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ പരിപാടി അത്. അപ്പം കുട്ടികൾക്ക് അറിയില്ല അത് എക്സ്പ്ലിസിറ്റ് ആണ് എന്താണെന്നുള്ളത്. പക്ഷെ അവർ പാരൻസിന് കണ്ടും മൂക്കും ചെവിയും വായന എന്താ അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇത് വെക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക എന്നുള്ളതുള്ളത്. പിന്നെ ഒരു ഏജ്, ഇപ്പോൾ എൻ്റെ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓഡിയൻസ് ഒരു 16 to 26, 28-ish നിൽക്കും 30. അപ്പം ബാക്കി അത് കഴിഞ്ഞിട്ടുള്ള ഒരു ആണ് മേജർ ഓഡിയൻസും സ്പെൻഡിങ് കപ്പാസിറ്റിയുള്ള ഓഡിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ഷോ വെച്ച് കഴിഞ്ഞാൽ, കോൺസെർട്ട് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് വരണമെങ്കിൽ പണി വേണം, പൈസ വേണം. നമ്മൾ യൂഷ്വലി ഇവിടെ ഒരാളുടെ കയ്യിൽ, ഒരു ആവറേജ് ആൾക്കാരുടെ കയ്യിൽ അതിന് ഒരു ചില്ലിങ് സ്റ്റേജൊക്കെ എത്തുമ്പോഴത്തേക്ക് ഒരു 33, 34, 35 ആയി കാണും. അപ്പം ആ ഒരു ഓഡിയൻസിന് ഇത് ദഹിക്കാത്ത കുറേ പ്രശ്നമുണ്ട്. ഇപ്പം നമ്മുടെ സെയിം ഏജിലാണെങ്കിലും ഞാൻ ഇന്നിപ്പോൾ ഒരു മീമ് ട്രോള് കണ്ടായിരുന്നു. അതായത് മമ്മൂട്ടി പഠനം അതിൽ നൻപകൽ നേരത്ത് അതിലൊരു പാട്ട് ഓഫ് ചെയ്യുന്ന സീനുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റിൻ്റെ ഒരു ട്രാക്ക്, ഒരു പോർഷനാണ് മറ്റേ പഞ്ചാര പാത്രത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള അത് മാറ്റിയിട്ട് സാധാ പാട്ട് വെക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ഇതുണ്ട്. അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. അത് ഇപ്പോൾ ഇതേപോലെ ഞാൻ ഈ കായ് ട്രാക്ക് ഇറങ്ങിയിട്ട് ഫസ്റ്റിൻ്റെ മോളിച്ചിട്ട് എടാ എന്താ എൻ്റെ കയ്യിൽ ആദ്യം കവറിലിരിക്കുന്ന ഒരു ടയറാണെന്ന് വിചാരിച്ചത്. പിന്നെ മനസ്സിലായത് ഇതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഉമ്മ കരച്ചിൽ. പിന്നെ അവിടെ അതേപോലെ പിന്നെ നമ്മുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പാലേരി മാണിക്യത്തിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ട് മറ്റേ ദുൽഖറും ഭാര്യയും കുട്ടികളും ഇട്ടിട്ട് പോയിട്ടില്ലല്ലോ. ഒരാർട്ട് അങ്ങനെ കൊണ്ടുപോയി വെക്കുക, നമ്മൾ തിരിച്ച് പോരാ എന്നുള്ളൊരു പരിപാടി. അപ്പോൾ നമുക്ക് കൂടുതൽ ഒന്നുകൂടെ ഫ്രീ ആവും. നമ്മുടെ ആർട്ടാണ് നമ്മളവിടെ കൊടുക്കുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് കൊടുക്കുന്നു. നമ്മളെ രീതിയിൽ അത് അവിടെ അറേഞ്ച് ചെയ്തിട്ട് ഒരു ആർട്ട് കൊടുക്കുന്നു, അത്ര. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഒന്ന് മൈക്ക് എത്തിക്കണേ.
ഇപ്പം ഉണ്ട്. It's on now. Yeah. Hello, can you hear me? So I have a couple questions actually. ഒന്നാമത്തെ കാര്യം നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പോൾ സിനിമ എന്നുള്ളൊരു സാധനം വേണം മാസ് മീഡിയയിലേക്ക് സാധനം എത്താൻ എന്നുള്ളത് ഈ ഒരു കാലത്ത് റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണോ? ബിക്കോസ് ഈവൻ ലുക്കിംഗ് അറ്റ് നിങ്ങളുടെ തന്നെ ഡിസ്കോഗ്രഫി, വണ്ടിനെ തേടും വാസ് എ ഹിറ്റ് ഈവൻ ബിഫോർ ഇറ്റ് റീച്ച് ദ ഫിലിം എന്നുള്ള സാധനം. ഏതായിരുന്നു? വണ്ടിനെ തേടും. അല്ല അത് ബാക്കി പിന്നെ ബേബീജിൻ്റെ കാര്യം പറയാനാണെങ്കിൽ തന്നെ ബന്ദാന കായൊക്കെ ഹിറ്റായതിന് ശേഷമാണ് ഫിലിം എന്നുള്ള സാധനത്തിലേക്ക് വരുന്നത്. സോ ഡോണ്ട് യു തിങ്ക് ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിഷ്യൻ ഫസ്റ്റ് യു നീഡ് ടു വർക്ക് ഓൺ യുവർ ക്രാഫ്റ്റ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പിന്നെ ഫിലിമിലേക്കുള്ള ഈവൻ ഡാബ്സിയുടെ കാര്യം പറയാനാണെങ്കിൽ തന്നെ മനുഷ്യർ എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് ഉണ്ടായിരുന്നു, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, സിമോ എസ് ഒക്കെ ആയിട്ട് കൊളാബ് ചെയ്തൊരു ട്രാക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിനു മുമ്പേ ഡാബ്സിയുടെ ഒരു ഫെയിമിലേക്ക് എത്തിക്കാനുള്ളൊരു സാധനമാണ്. സോ ഡോണ്ട് യു തിങ്ക് യോർ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഇസ് എ വെസൽ ഫോർ യു ടു റീച്ച് സംവെയർ, ഓർ ഡോണ്ട് യു ഫീൽ ലൈക്ക് യു ഡോണ്ട് നീഡ് ദ മാസ് മീഡിയ ടു റീച്ച് സംവെയർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ലേ? വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ദാറ്റ്? നിങ്ങൾ പറഞ്ഞോ. ചോദ്യം ഇവിടേക്കാണോ? രണ്ടുപേർക്കും ആർട്ടിസ്റ്റുകളോടുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ആർട്ടിസ്റ്റുകളും മറുപടി പറയേണ്ടിയിരിക്കും. ഞാൻ പറഞ്ഞാൽ അതാണ് പറഞ്ഞത്, ഒരു ആർട്ടിസ്റ്റ് ട്രാക്ക് ഉണ്ടാക്കുക, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ വേർഡ്സ് പുറത്തെത്തിക്കുക, നമ്മളെ പ്രൊമോട്ട് ചെയ്ത് എങ്ങനെ എത്തിക്കുക, ഇതായിരിക്കണം എയിം. സിനിമ വന്നു, ഇതെനിക്ക് പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണോ, കൊള്ളാം, ഇത് രസം ഉണ്ടാവില്ലേ, അങ്ങനെ കാണണമെന്നാണ് എൻ്റെ റൂട്ട്. എന്നുവെച്ചാൽ ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്യണത്, കലയാണല്ലോ. കല ഇപ്പോൾ ഒരു സിനിമയിൽ പാടാന്നുള്ള സാധനം കലയുടെ ഭാഗം തന്നെയാണ്. എനിക്ക് ആ കഴിവുണ്ട്, ആ കഴിവ് ഭംഗിയായിട്ട് ഇതിൽ വരുവാണെങ്കിൽ പാടാം അവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ആ റൂട്ട് തന്നെയാണ് പിടിക്കുന്നത്, ഇവർ കറക്റ്റാണ് ആ റൂട്ടിൽ. ഇനി എന്താ പറയാനുള്ള ഒപ്പീനിയൻ? അത് തന്നെയാണ്, അതായത് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ചോദിച്ചത്. അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അതിനെ എടുക്കാം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഡാപ്സിയുടെ കേസ് വരികയാണെങ്കിൽ ഇപ്പോൾ മണവാളത്ത് എന്ന് പറഞ്ഞൊരു ടേണിങ് പോയിന്റ് ഉണ്ടായി. അതിൽ നിന്ന് വന്നിട്ട് അവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ പിന്നെ കലകളൊന്നും അവിടെ ട്രാക്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതേപോലെ പോവും. സോ അവൻ അവിടെ അത് ചെയ്തു വെച്ചുകൊണ്ടാണ് ആ ഒരു എന്താ പറയുക നിലനിൽപ്പ് ഉണ്ടായത്. അതേപോലെ എൻ്റെ കേസ് വേറെയാണ്. ഇപ്പം ഞാൻ ആദ്യം ഇതേ പറഞ്ഞ പോലെ ഈ രണ്ട്, അതായത് ഓഡിയോ ഈ വീഡിയോ പോലും ഇല്ലാതാണ് ഇപ്പോൾ ഈ കായി എന്ന് പറഞ്ഞ ട്രാക്ക് അത് അങ്ങനെ പോകുന്നതും. അപ്പം ആ ഒരു ഓൾറെഡി ഒരു ഐഡൻറ്റിറ്റി, ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത് എൻ്റെ ഇൻഡിപെൻഡൻറ്റ് തന്നെയായിരുന്നു എനിക്ക് എന്ന് കരുതി. അതായത് ഞാൻ എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിൽക്കണ്ട അല്ലെങ്കിൽ നിൽക്കാൻ തോന്നിയില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ കാര്യം. അതേപോലെ ഇപ്പോൾ ഡാപ്സിക്ക് ഇതേപോലെ ഇനി സിനിമ പാട്ട് മാത്രം പാടാം എന്നവന് തോന്നിയില്ല. അവൻ്റെ കൂടെ ഇൻഡിപെൻഡൻറ്റും ചെയ്തു പോയി എന്നുള്ളതാണ് അവൻ്റെ ഒരു പരിപാടി. ഇപ്പം ഞാനും ഇതേപോലെ ചെയ്യുന്നു, അത് രജിത്തിൻ്റെ രീതിയിൽ ചെയ്യുന്നു. അപ്പോൾ ഒരിക്കലും ഇൻഡിപെൻഡൻറ്റിനെ അവിടെ താത്തി കെട്ടിയിട്ടില്ല. ഞാൻ അതിൻ്റെ കൊടി പിടിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഞാനൊരു 360 സൈഡ് അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. ഒരു ബേബിജിൻ ഇങ്ങനെ ചെയ്യുന്നു, ഞാനോ അങ്ങനെ ചെയ്യട്ടെ, അത് വേണ്ട. അതായത് എന്താണോ വാട്ട് യു ഫീലിംഗ് റൈറ്റ് അത് ചെയ്യാം. അതിന് ഇങ്ങനെ ഇപ്പോൾ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു മൂവിയിലൊക്കെ പാടാം. ഇതേപോലെ ഇനിയിപ്പം എനിക്ക് മൂവി വേണ്ട, മൂവി വേണ്ട, അത് ഡിപ്പെൻഡ്സ് ഓൺ ആർട്ടിസ്റ്റ്. ആ ഒരു സൈഡാണ് തോന്നുന്നുണ്ട്. ഇനി അതിലെന്തെങ്കിലും ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വി ഗുഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈവൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോഴും ദർ വിൽ ബി എ കമ്മ്യൂണിറ്റി ബിഹൈൻഡ് ദം ദാറ്റ് മെയ്ഡ് ദം റീച്ച് ദർ. ലൈക്ക് ഈവൻ ഇപ്പോൾ നമ്മൾ പാട്ടുകളുടെ കാര്യം പറയുമ്പോഴെങ്കിലും വി ഫൊഗെറ്റ് ദർ പ്രൊഡ്യൂസേഴ്സ്. ഈവൻ ഇപ്പോൾ ഇവിടെ എനിക്കറിയില്ല, ഇപ്പോൾ കായ് എന്ന് പറയുന്ന പാട്ട് ഉണ്ടാക്കിയത് ബേബിജിനാണ്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എപ്പോഴും കൂടെ ഉണ്ടാവും, പക്ഷെ പ്രൊഡ്യൂസേഴ്സ് ആർ ഫൊഗോട്ടൻ എന്നുള്ളൊരു സാധനമുണ്ട്. അതിനെക്കുറിച്ച് അങ്ങനെ ഇല്ല. ഇപ്പം ഈ സ്റ്റിൽ DRA എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്ക് ഉണ്ട്. മറ്റേ എത്ര ആൾ കേട്ട് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു മ്യൂസിക്കാണ് മെയിനായിട്ട് നിൽക്കുന്നത്, ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിൽ ടെൻ 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 എന്നൊരു സാധനമുണ്ട്. അത് അപ്പോൾ ഇറ്റ്സ് ഡിപ്പെൻഡ്സ്. ഇപ്പം ചിലത് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറിൻ്റെ ഇനീഷ്യേറ്റീവ് ആ ഒരു ട്രാക്ക് എന്ന് പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെ ഒരുപാട് ട്രാക്ക് ഉണ്ട്. ഇപ്പോൾ വാട്ട് എക്കോണമി എസ്സയുടെ ട്രാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പോകുന്നുണ്ട്. അപ്പം അതിലത് അതിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അവൻ്റെ ലിറിക്സ് അല്ല, അതിൻ്റെ ആ ഒരു ഇതാണ് പരിപാടിയാണ്. ബീറ്റ് ഉണ്ടാക്കിയ ആള് അയാൾക്കൊരു ഷൗട്ട് ഔട്ട് ആരാന്നറിയോ? സുശീലനാണോ? ഓക്കെ. അപ്പം നമുക്ക് അങ്ങനെ
അവരങ്ങനെ അടിച്ചമർത്തുന്നു, അങ്ങനെ ആക്കുന്നു, അല്ലെങ്കിൽ എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ ടോവിനോ not what I said. That അല്ല, is not what I said. എക്സാമ്പിൾ, ഇപ്പോൾ ടോവിനോയും ഖാലിദ് റഹ്മാൻകയും വന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സൃഷ്ടിപ്പ് നടത്തിയത് റഹ്മാൻകയാണ്. ആളെ ടോവിനോനെ അറിയുന്ന അത്ര ആൾക്കാരെ അറിഞ്ഞോളന്നില്ല, ബട്ട് അതിൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞത് ആളാണ്. സോ ആ ഒരു ഫെയിം വേണം എല്ലാത്തിനും, എല്ലാ ആർട്ടിനും എന്നുള്ളത് അത്ര അനിവാര്യമല്ല. കുറേ ആർട്ടിസ്റ്റ് പുറത്ത് വരാൻ ആഗ്രഹിക്കാത്തവരുണ്ട്, പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും. അപ്പോൾ ഇറ്റ്സ് ഡിപ്പെൻസ്. അത് ആൾക്കാർ ഇതാക്കട്ടെ, സംസാരിക്കട്ടെ, ചർച്ചയാവട്ടെ. നമ്മൾ ഓക്കെ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരാളുണ്ട്, അങ്ങനെ അവർക്കും അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അടി കിട്ടും അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കൊണ്ടിട്ട് എവിടെയെങ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ. സോ ദേ ആർ ഗുഡ് അറ്റ് ഇറ്റ്. ടൈം സ്പീക്സ്. അതാണ് എനിക്ക് തോന്നിയത്. ഇപ്പം ടാഗ് ആണെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ടാഗ് വരുന്നുണ്ട് ഒരു ട്രാക്കിൽ. ഇപ്പോൾ ചിലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഈ ബീറ്റിന് തന്നെ ചെയ്യടാന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണ് ഒരു പ്രൊഡ്യൂസർ. ചിലപ്പോൾ ഒരു യെസ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു പാക്ക് ബീറ്റ് അല്ലെങ്കിൽ ഒരു 10-15 ബീറ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടാവും മേ ബി. സോ ആർട്ട് പല രീതിയിൽ, അതിനൊരു മെത്തേഡ് പരിപാടി ഇല്ല. സോ ഇങ്ങനെ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പം MHR ഹീസ് ഡൂയിങ് സോങ്സ്, എഴുത്തും പരിപാടി ഉണ്ടാവും, ഓൾസോ പ്രൊഡ്യൂസറും കൂടാണ്. സോ അവരുടെ ആഗ്രഹം അത് നടക്കും. എല്ലാവരുടെ ആഗ്രഹവും ആർട്ടിലൂടെ നടക്കട്ടെ എന്നുള്ളതാണ്. Thank you for clearing that up. Also, since this is a pretty big stage, കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ അവിടെ കൂടുതലുള്ളത്. അപ്പോൾ കുറച്ച് കൊച്ചിയിലുള്ള കളക്റ്റീവ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ പറ്റി എന്തെങ്കിലും പറയണ്ടോ? ഒരു ഷൗട്ട് ഔട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇൻഡിപെൻഡൻസ് സീനിൽ വരുന്ന കളക്റ്റീവ്സിനെ പറ്റിയോ ആർട്ടിസ്റ്റുകളെ പറ്റിയോ? ഞങ്ങൾ തന്നെ ക്യൂറേറ്റിന് ഒരു കമ്മ്യൂണിറ്റി പറ്റി പറയാം. വാട്ട് ബി എന്നുള്ള കമ്മ്യൂണിറ്റിയാണ്. ജോണർ ബേസ്ഡ് അല്ല അത്. ഞങ്ങളുടെ അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകളെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറഞ്ഞു കൊടുക്കുക. ഒരു ആൾക്കൊരു ട്രാക്ക് ഉണ്ടാക്കി അത് പ്രൊഡ്യൂസ് ചെയ്ത് മിക്സ് മാസ്റ്റർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പ്ലേലിസ്റ്റ് പിച്ചിങ് എല്ലാ പരിപാടികളും നമ്മൾ തമ്മിൽ ഞാൻ പഠിച്ചു, ഞാൻ അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി ഇങ്ങനെ ബൗണ്ടറീസ് ഇല്ല, മറ്റേ എത്ര പേർക്ക് വേണേ ആവാം. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഹിപ്പ് ഹോപ്പ് ഉണ്ട്, ഇലക്ട്രോണിക് ഉണ്ട്, അക്കൗസ്റ്റിക് ആയിട്ട് ഇപ്പോൾ ശങ്ക ട്രൈബ് പോലത്തെ ഒക്കെ വൈബ്സ് ഒക്കെ പിടിക്കുന്ന ആൾക്കാരുണ്ട്. കുറേ മൾട്ടി ജോണഡ് ആയിട്ടുള്ള സംഭവം. കളക്റ്റീവ് എങ്ങനെ തമ്മിൽ ബിഹേവ് ചെയ്യണു, അപ്പോൾ അങ്ങനത്തെ കളക്റ്റീവ് ഉണ്ട്. പിന്നെ കുറേ പേര് കാണുന്നുണ്ട് ഇപ്പോഴും ഗ്രോയിങ് ആയിട്ട് പള്ളിക്കൂടം ബോയ്സ് ഇവിടെ എൻ്റെ അകത്ത് കാലിക്കട്ടിലൊരു അല്ല അങ്ങനെ ഒരു ടീം വന്നു. അന്നൊരു ടീം ഞാൻ ഈ അടുത്ത് കുറച്ച് പരിചയം കൊള്ളാം. അതിലൊരുത്തും ബീറ്റ് ബോക്സ് ഒക്കെ അടിപൊളിയാണ്. പണ്ട് തൊട്ടുണ്ട് കുറേ കളക്റ്റീവുകൾ. ചില റെക്കോർഡ് ലേബിൾസ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ അങ്ങനെയല്ലേ? കായിക അറിയാം നിങ്ങൾക്കൊരു റെക്കോർഡ് മറ്റേ റേത്തിൻ്റെ റെക്കോർഡ് ലേബിൾ അത് കമ്മ്യൂണിറ്റി ആയിരുന്നു ആദ്യം. അതല്ല, ഒരു ലാബൽ പരിപാടി. പിന്നെ അവരൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ബട്ട് ഒന്നിൻ്റെ അണ്ടറിലല്ല, എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്. അതുപോലെ കുറേ ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് എനിക്കിപ്പോൾ ഷൗട്ട് ഔട്ട് ചെയ്യാൻ അങ്ങനെ ഒരു സെപ്പറേറ്റ് ഷൗട്ട് ഔട്ട് വേണ്ട. ഓക്കെ, ഇപ്പോൾ അതായത് ഒരുപാട്, അതായത് ഈ ഒരു എക്സ്പോഷറിൽ നിൽക്കാതെ തന്നെ ആർട്ട്, അതായത് നല്ല എഴുത്തും പരിപാടിയും, അതായത് എഴുതുന്നത് റിയൽ ആയിട്ടുള്ള ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് പേര്. അപ്പോൾ അവരൊക്കെ എന്തായാലും അത് രംഗത്ത് അല്ലെങ്കിൽ ആൾക്കാർ അറിയുക തന്നെ ചെയ്യും. അഭിനയിക്കുന്ന, അതായത് കുറേ സൈഡുണ്ട്. മറ്റേ ഈ റാപ്പർമാരായിട്ട് അഭിനയിക്കുന്നവരുണ്ട്, ജീവിക്കുന്നവരും ഉറപ്പായിട്ടും രംഗത്ത് വരും, അറിയപ്പെടും. അത് അവർക്ക് ഉറപ്പായിട്ടും നല്ലൊരു ബിഗ് ഷൗട്ട് ഔട്ട്. മനീഷ് ക്ലാസ്സിലെ ബെല്ലടിച്ചതാണ്. അതെന്താ ഇറങ്ങി പോണോ മനസ്സിലായില്ല, പേടിച്ചു. Brilliant conversation on stage and brilliant questions from the audience. What an immersive audience. Thank you for that. And നമ്മുടെ ആർട്ടിസ്റ്റ് പറഞ്ഞ പോലെ it is indeed the audience that makes them. We really enjoyed that conversation here. ഇവർക്ക് 4 പേർക്കും നമ്മുടെ ഒരു സ്നേഹോപഹാരം സമർപ്പിക്കാനായി 2 വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Mr. Shamir Muttedata, Director of EdRoots International, and Dr. Girish S. Pathi, Associate Professor of CMS Business School, Jain University. I request both of you to come on stage to present our tokens of appreciation to these 4 gentlemen on stage. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു ദിവസം മുഴുവൻ കൂലങ്കഷമായ ചർച്ചയിലായിരുന്നു നമ്മൾ. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ലൈക്ക് മനീഷ് സെഡ്, വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ, യെറ്റ് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഐഡിയാസ് ആണ് ഗോട്ട് ഇൻകോർപ്പറേറ്റഡ് ദർ. അവസാനം കമ്മ്യൂണിറ്റിയെ പറ്റിയൊക്കെ പറഞ്ഞത് കേട്ടില്ല, ഒരു
ബോർഡേഴ്സ് ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെ തോന്നി. Continue the great work that you do for people and this world and in healing all of them. വണ്ടിനെ തേടണം എന്നാണ് പറയുന്നത്. ഇവിടെ തേടിയ കിട്ടോ? ആരാ ചോദിച്ചത്? ആരാത്? One second, gentlemen, before you leave, can we have one quick photograph with all of you in the front of the stage? ഇവർ അനൗൺസ് ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ come on, let's hear it loud for them. What a brilliant conversation they had on stage. സംഗീതത്തിന്റെ അതിർവരമ്പുകൾ മാഞ്ഞ് അങ്ങനെ ലോകം വലുതായി വലുതായി വരട്ടെ. ആസ്വാദനത്തിന്റെ ലോകം വലുതായി വരട്ടെ. Thank you and all the very best to the artists.